कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे नामसङ्कीर्तनं पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं प्रति भावयामि। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय नमो नमः। ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവാഹ കഥയാണ്, രുക്മിണി സ്വയംവരമാണ് നമുക്ക് ഇന്നലെ അനുസ്മരിക്കുവാനായിട്ട് സാധിച്ചത്. ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ചു. ഭഗവാന്റെ ഗൃഹസ്ഥാശ്രമ ലീലകൾ ആർക്കാണോ രുക്മിണി സ്വയംവരത്തില് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നത്, അവരുടെ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വേണ്ട എല്ലാവിധ ഐശ്വര്യത്തിനെയും സാക്ഷാൽ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. ജീവാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞ രുക്മിണി ജീവാത്മാവായിട്ടും സാക്ഷാൽ ഭഗവാൻ പരമാത്മാവായിട്ടും ജീവാത്മാ പരമാത്മാ ഐക്യത്തിനെയാണ് ഈ ഭാഗവതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ വർണ്ണിക്കുന്നത്. രുക്മിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളതായിരിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ആ രുക്മിണിമാർക്ക് സാക്ഷാൽ ഭഗവാൻ പതിയായിട്ട് തീരണം. ഭഗവാനായിരിക്കണം പതി. പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതി ഇതി പതി പറയും. രക്ഷിക്കുന്നയാളെയാണ് പതി എന്ന് പറയുക. ഭഗവാൻ രക്ഷിതാവായിട്ട് തീരണം. എന്നാ പിന്നെ യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി സുഖത്തോടു കൂടി ജീവിക്കുവാനായിട്ട് സാധിക്കും. സുഖമാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എന്തിനാ സുഖം എന്ന് പറയാ? അനുകൂല വേദനീയം സുഖം, പ്രതികൂല വേദനീയം ദുഃഖം. ഒക്കെ അനുകൂലമായി കഴിഞ്ഞാൽ സുഖമായി, പ്രതികൂലമായി കഴിഞ്ഞാലോ അത് ദുഃഖമായിട്ട് മാറണം. എല്ലതും അനുകൂലമാവണം. അനുകൂലേ ജഗന്നാഥേ പ്രതികൂലേ വിപര്യയാം. ജഗന്നാഥൻ സാക്ഷാൽ ഭഗവാൻ അനുകൂലമായി കഴിഞ്ഞാൽ എല്ലാവിധ ഐശ്വര്യവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നു. പ്രതികൂലമായി കഴിഞ്ഞാൽ ഒക്കെ വിപരീതമായിട്ട് മാറുന്നു. അപ്പൊ ഭഗവാൻ അനുകൂലമാവണേ, ഭഗവാൻ പതിയായിട്ട് തീരണേ. ജഗദ്ഗുരും ഭർത്തൃബുദ്ധ്യാ താസാം കിം വർണ്യതേ തപാം. ജഗദ്ഗുരും ഭർത്തൃബുദ്ധ്യ, ജഗൽ ഗുരുനാഥനായിരിക്കുന്ന ഭഗവാനെ ഭർത്താവ് എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് കാണാൻ സാധിച്ച അനവധി സ്ത്രീകളുടെ ചരിത്രമാണ് ശ്രീമദ് ഭാഗവതത്തില് വർണ്ണിക്കുന്നത്. അല്ലെ, രുക്മിണി ദേവി ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന കഥ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. പിന്നീട് ആ രുക്മിണി ദേവിയിൽ സാക്ഷാൽ ഭഗവാന് പ്രദ്യുമ്നൻ അവതരിച്ചു. ഭഗവത ഉപാസനയ്ക്ക് 4 മാർഗങ്ങളെ ഭാഗവതത്തില് വർണ്ണിക്കുന്നുണ്ട്. അതാണ് പ്രദ്യുമ്നായ അനിരുദ്ധായ സംഘർഷണായ വാസുദേവായ നമോ ഭഗവതേ തുഭ്യം. പ്രദ്യുമ്നായ അനിരുദ്ധായ വാസുദേവായ, പ്രദ്യുമ്നായിട്ടും അനിരുദ്ധനായിട്ടും വാസുദേവനായിട്ടും സംഘർഷണനായിട്ടും ചതുർവ്യൂഹ ഉപാസനയിലൂടെ ഒരു ജീവാത്മാവിന് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ചു. അതിലാണ് കാമദേവൻ പ്രദ്യുമ്നായിട്ട് അവതരിക്കുന്നത്. കാമദേവന്റെ ഭാര്യയായ രതിദേവി, ആ രതിദേവിയോട് കൂടിയിട്ട് കാമദേവൻ മഹാദേവനെ കാണാനായി കൈലാസപർവ്വതത്തിൽ എത്തിച്ചേർന്നു. കാമദേവന്റെ ആ ചീത്ത സ്വഭാവം കണ്ട്
മഹാദേവൻ മൂന്നാമത്തെ തൃക്കണ്ണ് തുറന്നു. മഹാദേവന് 3 കണ്ണാണ് എന്ന് പറയും. ഒരു കണ്ണില് സൂര്യൻ, മറ്റൊരു കണ്ണില് ചന്ദ്രൻ, നേരെ മുകളിലുള്ള കണ്ണില് അഗ്നിയാണ് ഇരിക്കുന്നത്. ആ മൂന്നാമത്തെ തൃക്കണ്ണ് എല്ലാവർക്കും ഉണ്ട് 3 കണ്ണ് പറയും. നമുക്കുണ്ട് 3 കണ്ണ്, പക്ഷെ 2 കണ്ണേ കാണുന്നുള്ളൂ. നേരെ ആ മൂക്കിന്റെ നേരെ മുകളിലാണ് മൂന്നാമത്തെ കണ്ണിരിക്കുന്നത് എന്ന് പറയും. ഇതിനാണ് ത്രിപുടി എന്നൊക്കെ പറയും. ഇവിടെ മൂന്നാമത്തെ കണ്ണ് അതെങ്ങനെയാണ് തുറക്കുക? മുന്നിൽ നിൽക്കുന്ന ആളുടെ സ്വഭാവത്തിനനുസരിച്ചാണ് മഹാദേവന്റെ മൂന്നാമത്തെ കണ്ണ് എന്ന് പറയും. മുന്നിൽ നിൽക്കുന്ന ആൾക്കാര് അവര് നല്ല രീതിയിൽ ഇതാ നിൽക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് ഭഗവാന്റെ അനുഗ്രഹത്തിനും അതേപോലെ ഭഗവാന്റെ അനിഷ്ടത്തിനും കാരണമായിട്ട് മാറുന്നത്. അപ്പൊ ഭഗവാന്റെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടുന്നുണ്ട് വെച്ചാൽ അതിന്റെ കാരണക്കാരൻ നമ്മളാണ്. ഭഗവാന്റെ മൂന്നാമത്തെ തൃക്കണ്ണ് തുറക്കുന്നുണ്ട് വെച്ചാൽ അതിന്റെ കാരണക്കാരും ആരാ? നമ്മളാണ്. നമ്മൾ എങ്ങനെ ഭഗവാന്റെ അടുത്ത് വന്ന് നിൽക്കണു അതിനനുസരിച്ച് ഭഗവാന്റെ അടുത്ത് അനുഗ്രഹം കിട്ടുന്നു. ഇവിടെ ഇവന്റെ ചീത്ത സ്വഭാവം കണ്ടതോടുകൂടി മഹാദേവന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്നു. അതിൽ നിന്ന് അഗ്നി പുറത്തേക്കായി. ആ അഗ്നിയിലെ കാമദേവൻ ഭസ്മായിട്ട് ഇതാ തീർന്നു. ആണ് മഹാദേവനൊക്കെ ഉപാസിക്കാനായിട്ട് പുറപ്പെടുന്ന ആൾക്കാര് ഭസ്മം കുറിയിടുന്നു പറയും. ഭസ്മം കുറിയിടുമ്പോൾ നമ്മൾ ആരെയും ആലോചിക്കേണ്ടത്? അല്ലെ, മഹാദേവനെ ആലോചിക്കണം, ഭഗവാന്റെ തിരുനാമൊക്കെ ജപിക്കണം. വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. എന്താണ്? നാളെ നമ്മളും ഭസ്മാവുന്ന ആളാണ്. ആ ഒരു ഭാവം നമുക്ക് ഇത് ഉണ്ടാവണം. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭസ്മം കുറിയിടണം, ഭസ്മം കുറിയിടണം എന്ന് പറയുന്നത്. നമ്മൾ എന്നും ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരല്ല. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ നമ്മള് യാത്രയാവണം. യാത്രയായി കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ഭസ്മമായിട്ട് ഇതാതി. അതാണ് സംഹാരത്തിന്റെ ദേവതയാണ് സാക്ഷാൽ മഹാദേവൻ. അപ്പോ ഇങ്ങനെ ഭസ്മമായിട്ട് ഇതാ തീർന്നു. അപ്പൊ മഹാദേവന്റെ ഭാര്യയായിരിക്കുന്ന രതിദേവി മഹാദേവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മഹാദേവ, സാധാരണയ്ക്ക് ആൾക്കാര് അങ്ങയെ ഉപാസിക്കുന്നത് ഗൃഹസ്ഥാശ്രമം നേരെയാവാൻ വേണ്ടിയിട്ടാണ്, പാർവതി പരമേശ്വരന്മാരെ ഉപാസിക്കുക. എന്നാൽ ഞാൻ എൻ്റെ ഭർത്താവിന്റെ കയ്യും പിടിച്ച് അങ്ങയുടെ അടുത്തെത്തിയപ്പോ എനിക്ക് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇനി എന്നാ എനിക്ക് ആ ഭർത്താവിനെ തിരിച്ചു കിട്ടുക ചോദിച്ചു. അപ്പൊ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്. ഇത്ര പെട്ടെന്ന് ആ ദേഷ്യം വരിക അറിയില്ല. അങ്ങനെ എത്ര പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഈ വീട്ടിലുണ്ടാവും ചിലപ്പോൾ ചില കാരണവന്മാരൊക്കെ എന്തൊരു ദേഷ്യം അറിയും. ഇങ്ങനെ ദേഷ്യം വരുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്കാവും കൂടുതൽ സ്നേഹം ഉണ്ടാവുക. അല്ലെങ്കിൽ ദേഷ്യം വരാനുള്ള ഒരു കാരണം എന്താ ചോദിച്ചാൽ ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥത ഉള്ള ആൾക്കാർക്ക് ദേഷ്യം വരും, അല്ലേ? നമ്മൾ ആരോടൊക്കെ ദേഷ്യപ്പെടുള്ളൂ? തൻ്റെ കുട്ടികളോട് ദേഷ്യപ്പെടും, തൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടും, തൻ്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടും. അല്ലാതെ വേറെ ആരെങ്കിലും പോയിട്ട് നമ്മൾ ദേഷ്യപ്പെടുവോ? ഇല്ല. എന്താ കാരണം? അവര് നേരെയാവട്ടെ, അല്ലെ? അച്ഛനമ്മമാര് കുട്ടികളെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് വെച്ചാൽ എന്താ കാരണം? കുട്ടികളെ നേരെയാവണേ എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഏതൊരു അച്ഛനമ്മമാരും കുട്ടികളോട് ഇങ്ങനെ പറയും. അത് ആത്മാർത്ഥതയാണ് കാരണം. നമ്മളെ ആത്മാർത്ഥതയാണ് ആര് മനസ്സിലാക്കണം? കുട്ടികൾ അതാ മനസ്സിലാക്കണം. അപ്പൊ ആത്മാർത്ഥതയാണ് കാരണം ദേഷ്യത്തിൽ. മഹാദേവനും അങ്ങനെയാണ്. കാരണം മഹാദേവന്റെ ദേഷ്യമൊക്കെ ഇല്ലാതായി. രതിദേവിയോട് പറഞ്ഞു, രതിദേവി, നിനക്ക് നിന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടും. രതിദേവി പറഞ്ഞു, തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞാൽ പോരാ, എപ്പോഴാന്ന് കൂടി പറയണമെന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ ഭഗവാന്റെ പുത്രനായിട്ട് അവതരിക്കും നിന്റെ ഭർത്താവ്. അപ്പൊ ചോദിച്ചു രതിദേവി, ഭഗവാനെ, എനിക്ക് ഇപ്പൊ തന്നെ എത്ര വയസ്സായി? ഇവിടെ കൃഷ്ണാവതാരം തന്നെ കഴിഞ്ഞില്ലേ? അന്നേക്ക് എനിക്ക് എത്ര വയസ്സാവും ഭഗവാനെ? അപ്പോഴാണ് ഇനി എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാലോ? അപ്പൊ മഹാദേവൻ ചോദിച്ചു, നിനക്ക് ഈ വയസ്സ് തെളിയിക്കണ എന്തെങ്കിലും ആ കാർഡൊക്കെ കയ്യിലുണ്ടോ ചോദിച്ചു. ആധാർ കാർഡോ ഇനി അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള കാർഡോ ഉണ്ടെച്ചാൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാൽ അതിന്റെ അപ്പുറത്ത് എന്നും എഴുതി ചേർത്തു. എന്നും നിനക്ക് ഇത്രേ വയസ്സാവുള്ളൂ പറഞ്ഞു. എന്താ മഹാദേവൻ പറഞ്ഞതിന്റെ അർത്ഥം? എന്തിനാണ് വയസ്സ് ബാധിക്കുന്നത്? ശരീരത്തിനെ മാറ്റം വരുന്നുള്ളൂ. ശരീരത്തിന്റെ ഉള്ളിലുള്ള ജീവനോ യാതൊരു മാറ്റവും ഇതാ വരുന്നില്ല. ആ ജീവാത്മാവ് നമ്മൾ 5 വയസ്സായിരിക്കുന്ന സമയത്തുള്ള ജീവൻ തന്നെയാണ്. അതേ രൂപം തന്നെയാണ് 50 വയസ്സാവുമ്പോൾ. അതേ രൂപം തന്നെയാണ് ആ ജീവന് 100 വയസ്സാവുന്ന സമയത്തും. ഇനി അടുത്തതായിരിക്കുന്ന ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാലും ഈ ജീവന് യാതൊരു മാറ്റവും വരുന്നില്ല. ശരീരമാണ്
മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിനക്ക് യാതൊരു മാറ്റവും ഇതാ വരില്ല എന്ന് ആരാ പറയണത്? ധർമ്മം നന്നായിട്ട് അറിയുന്ന ദക്ഷിണാമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ ഉപദേശമാണ്. യാതൊരു മാറ്റവും നമുക്ക് ഇതാ ഇവിടെ വരാനായിട്ട് ഇതാ പോകുന്നില്ല. അപ്പോ ഈ ശരീരം ഇങ്ങനെ മാറിക്കഴിഞ്ഞാലും ആർക്ക് മാറ്റമില്ല? ജീവന് യാതൊരു മാറ്റവും ഇല്ല. ശരീരമാണ് ഇല്ലാതാവുന്നത്, ജീവൻ ഒരിക്കലും മാറുന്നില്ല. കാരണം എന്താണ്? ജീവനെ ഒന്നും ചെയ്യാൻ ആർക്കും സാധിക്കില്ല. ഈ ശരീരത്തിനെ തീയിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ശരീരം ഇല്ലാതാവും. എന്നാൽ ജീവനെ തീയിലിട്ട് കഴിഞ്ഞാൽ ജീവനൊന്നും ബാധിക്കില്ല. അച്ഛേദ്യോയമദാഹ്യോയം. ഈ ജീവനെ മുറിക്കാനായിട്ട് സാധിക്കുന്നില്ല. ജീവൻ തീയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അത് ഭസ്മമായിട്ട് തീരില്ല. വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അത് ഇല്ലാതാവുന്നില്ല. അതിന് യാതൊരു നാശവും ഇല്ല. എന്താ നാശമില്ലാത്തത്? സാക്ഷാൽ ഭഗവാന്റെ അംശമാണ് നമ്മളൊക്കെ ശരീരത്തിൻ്റെ ഉള്ളില് ജീവാത്മാവായിക്കൊണ്ടതായിരിക്കുന്നത്. ഇങ്ങനെ ആ മഹത് തത്വത്തിനെ, വലിയതായിരിക്കുന്ന തത്വത്തിനെ മഹാദേവൻ ആ രതീദേവിക്ക് ഇതാ പറഞ്ഞു കൊടുത്തു. അങ്ങനെ രതീദേവി ശംബരാസുരന്റെ കൊട്ടാരത്തില് പാചകക്കാരിയായിട്ട് ഇതാ കാത്തിരിക്കുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹമൊക്കെ കഴിച്ച് അതില് കാമദേവൻ ഭഗവാന്റെ പുത്രനായി പ്രദ്യുമ്നനായിട്ട് ഇതാ ജനിച്ചു. ആ ശംബരാസുരൻ പ്രദ്യുമ്നനെ കട്ടെടുത്തു, വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു മത്സ്യം ശംബരാസുരനെ വിഴുങ്ങി. അങ്ങനെ ആ വലിയതായിരിക്കുന്ന മത്സ്യത്തിനെ ശംബരാസുരന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ശംബരാസുരന്റെ കൊട്ടാരത്തില് പാചകക്കാരിയായിട്ടിരിക്കുന്ന രതീദേവിയുടെ അടുത്ത് ഈ മത്സ്യത്തിൽ രതീദേവി മത്സ്യത്തിനെ മുറിച്ചു നോക്കിയപ്പോ അതിലുണ്ട് ഒരു ആൺകുട്ടിയെ കാണാൻ സാധിച്ചു. ഒരിക്കൽ നാരദ മഹർഷി കയറി വന്ന് പറഞ്ഞു, രതീദേവി ഇത് ആരാന്നാ നീ വിചാരിച്ചത്? നിന്റെ കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവാണ്, നന്നായിട്ട് നോക്കി വളർത്തിക്കോ പറഞ്ഞു അത്രേ. കഴിഞ്ഞ ജന്മത്തിലൊക്കെ ഭർത്താവിന് ഈ ജന്മത്തിൽ അറിയാച്ചുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂലേ? എന്തോ മഹാഭാഗ്യത്തിന് നമുക്ക് അറിയുന്നില്ല കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവ് ആരാ, ഭാര്യ ആരാ. ചിലപ്പോൾ നമ്മളെ അടുത്തിരിക്കുന്ന ആളാവും, ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യ, കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവ്, കഴിഞ്ഞ ജന്മത്തിലെ ഭാര്യയും ഭർത്താവിന് ഈ ജന്മത്തിൽ അറിഞ്ഞാലും കുഴപ്പമില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളി കൂടി ഈ ജന്മത്തിൽ അറിഞ്ഞാലോ ഈ ജന്മത്തിലെ ശത്രുക്കളി അറിഞ്ഞിട്ട് തന്നെ എന്താ വേണ്ടത് നിശ്ചയമില്ല. അപ്പൊ കഴിഞ്ഞ ജന്മത്തിലെ ഭർത്താവാണ് ഇത് എന്ന് നാരദ മഹർഷി കയറി വന്നതാ പറഞ്ഞു. അങ്ങനെ ആ ഭർത്താവിനെ നന്നായിട്ട് വളർത്തിയതാ കൊണ്ടുപോകും. ആലോചിച്ച് നോക്കൂ, ചെറിയ കുട്ടിയാണ് ഭർത്താവ് അല്ലേ? ഈ ഭാര്യയാണെന്ന് വെച്ചാൽ അതേ രൂപ, യാതൊരു മാറ്റമില്ല. ഈ കുഞ്ഞിനെ എങ്ങനെ ഭർത്താവിനെ കയ്യിലേക്ക് എടുക്കണം, ലാളിക്കണം, 1ാം ക്ലാസ് പറഞ്ഞയക്കണം, നഴ്സറി പറഞ്ഞയക്കണം, ചോറൊക്കെ ഉരുട്ടി വായിക്ക് കൊടുക്കണം, അവരെ വളർത്തി. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും പച്ചക്കറിയൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നു കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ കുട്ടീനെ കാണിക്കാൻ പറ്റില്ല. കുട്ടി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലോ ആ പ്രയാസ. അപ്പൊ ഈ ഉപ്പാങ്ങൊക്കെ ഇട്ടേക്കുന്ന പറഞ്ഞിട്ടുണ്ട്, അതിലെടുത്തിട്ട് ഇനി ആരും കാണിക്കാതെ ഈ ഉണ്ണിയെ ഇങ്ങനെ വളർത്തിയതാ കൊണ്ടുവന്നു. ഏകദേശം ഒരു 10-15 വയസ്സൊക്കെ ആയപ്പോ ഒരു അമ്മ കുട്ടിയോട് പറയുന്ന രീതിയിലുള്ള വാക്കുകളൊന്നുമല്ല, വേറെ ഓരോ വാക്കുകളൊക്കെ കേട്ട സമയത്ത് ചോദിച്ചു കാമദേവൻ, പ്രദ്യുമ്നൻ ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനത്തെ ഓരോ വാക്കൊക്കെ പറയണം. അങ്ങനത്തെ മെസ്സേജൊക്കെ അത്രേ വരുന്നത് വാട്സപ്പിൽ. ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനത്തെ മെസ്സേജൊക്കെ അതാ അയക്കണത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ അങ്ങയുടെ അമ്മയല്ല, പിന്നെയോ ഭാര്യയാണ്. സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജന്മത്തിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചത്. അങ്ങയുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ശംബരാസുരനെ വധിക്കലാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ഭഗവാനെ ഒന്നിച്ച് പ്രാർത്ഥിച്ചു അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് ഈ ജന്മത്തിലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചു. ചില ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെ ഉണ്ടാവും. ഭഗവാന്റെ മുന്നിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുക? ഇനി ഒരു ജന്മം ഉണ്ടെച്ചാൽ ആ ജന്മത്തിലൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സാധിക്കണേ ഭഗവാനേന്ന് ചില ഭാര്യ ഭർത്താക്കന്മാര് ഭഗവാന്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിക്കും. ചില ഭാര്യ ഭർത്താക്കന്മാരോ ഈ ജന്മവും ഇങ്ങനെ അയ്യേ ഭഗവാനെ ഇനി വേണ്ടാട്ടോ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ജന്മത്തിലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ജന്മത്തോട് കൂടിയിട്ട് കഴിയുന്നില്ല, അടുത്ത ജന്മത്തിലും നമ്മള് കഴിഞ്ഞ ജന്മത്തിലൊക്കെ കണ്ടതായിരിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ നമ്മള് അല്ലെ, എന്തെങ്കിലും കർമ്മ പ്രാരബ്ധങ്ങൾ ഉണ്ടോ അതൊക്കെ ഈ ജന്മത്തിലും നമ്മള് അനുഭവിച്ചതാ വരും. അല്ലാതെ ഓഖേന യൂഹ്യമാനാനം പ്ലവാനാം സ്രോതസോ യഥാ എന്ന് പറയും. ചില മരത്തടികളൊക്കെ ചിലപ്പോ ഒന്നിച്ചുകൂടും, കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ ആ മരത്തടികളൊക്കെ വേർപെട്ടതാ പോവും. ഇങ്ങനെ ഒരേപോലെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമാണ്. ശംബരാസുരനെ വധിക്കൂ എന്ന് പറഞ്ഞ് ആ ശംബരാസുരനെ വധിച്ചു.
തന്റെ ഭാര്യയായിരിക്കുന്ന രതിദേവിയുടെ കയ്യും പിടിച്ച് ഇപ്പോ കാമദേവൻ പ്രദ്യുമ്നൻ ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക്, ദ്വാരകാ കൊട്ടാരത്തിലേക്ക് അങ്ങനെ അതാ കയറി വരുമ്പോ രുക്മിണി ദേവി തന്റെ മകൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടതാ. പുറത്തേക്ക് നോക്കിയപ്പോ കൃഷ്ണനാണോ വരുന്നത് തോന്നിയത്രേ. അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ അതേ സൗന്ദര്യാണ് ഈ പ്രദ്യുമ്നന്. അപ്പൊ ഭഗവാനാണോ എന്ന് രുക്മിണി ദേവിക്ക് തോന്നി. സാധാരണക്ക് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോ ഏതെങ്കിലും ഒരു പെൺകുട്ടീന്റെ കയ്യും പിടിച്ച് കല്യാണം കഴിച്ചിട്ടാ വരിക. അപ്പൊ തന്റെ ഭർത്താവ് വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വരുമ്പോ ആര് വേണം ആദ്യം സ്വീകരിക്കാൻ? അത് ആദ്യ ഭാര്യന്റെ ചുമതലയാണ് എന്ന് പറയും. എങ്ങനെയാ സ്വീകരിക്കുക? വിളക്കും താലും ഒക്കെ കയ്യിലേക്ക് എടുത്തിട്ട് വേണം സ്വീകരിക്കുക. രുക്മിണി ദേവി എപ്പോഴും വിളക്കും താലും വിളക്കൊക്കെ ആദ്യം കൊളത്തിച്ചിട്ടുണ്ടോ? അത് എപ്പോഴാ വേണ്ടി വരികയെന്ന് എനിക്കറിയാം. രുക്മിണി ദേവി വിളക്കും താലും ഒക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പുറപ്പെട്ടപ്പോ നാരദ മഹർഷി കയറി വന്ന് പറഞ്ഞു, അല്ല ഇത് ആരാന്നാ വിചാരിച്ചത്? ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങയുടെ പുത്രനും പുത്രവധുവും അല്ലേ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അവരെ രണ്ടുപേരെയും അകത്തേക്ക് സ്വീകരിച്ചതാ വ്യക്തി. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയും. എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയെ വിവാഹം കഴിച്ച് കുറെ കാലം കഴിഞ്ഞിട്ടും കുട്ടികൾ ഉണ്ടായില്ല. മാത്രമല്ല കുറെ കാലം കഴിഞ്ഞ് കുറെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഭഗവാന് ഒരു പുത്രൻ ഉണ്ടായി. ആ ഉണ്ടായ പുത്രൻ 4-5 ദിവസം കഴിഞ്ഞതിന് മുന്നേ തന്നെ ശംഭരാസുരൻ കട്ടുകൊണ്ടുപോയി. മാത്രമല്ല എങ്ങനെയാ ഉണ്ണി തന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്? ഒരു പെൺകുട്ടിയുടെ കയ്യും പിടിച്ച് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോട്ടോ വച്ച, ഞാൻ അതിന് നിങ്ങൾ വല്ലാതെ നീ മെനക്കെടൊന്നും വേണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. ചിലപ്പോ ജീവിതത്തില് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തനിക്ക് ഇഷ്ടമില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞാലും എന്ത് വേണം? ചിരിക്കുന്ന മുഖഭാവത്തോട് കൂടിയിട്ട് ഈ ലോകത്തിനെ കാണാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് ഭഗവാന് സുമുഖൻ എന്ന ഒരു പേര്. സഹസ്രനാമത്തിലൊക്കെ ഉള്ള ഒരു പേരാണ് സുമുഖൻ. സുമുഖൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും ചിരിക്കുന്ന മുഖഭാവത്തോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുടെ മുന്നില് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. എല്ലാതും ഭഗവാന്റെ പ്രസാദമാണ് എന്ന് മനസ്സിലാക്കണം. നല്ലതായിരിക്കുന്ന ഒരു കുലത്തിൽ ജനിക്കാൻ സാധിച്ചു, അത് ഭഗവാന്റെ പ്രസാദം. അതിനാണ് പ്രസാദ ബുദ്ധി എന്ന് പറയാം. അമ്പലത്തിൽ വന്ന് നമ്മള് ഭഗവാനെ തൊഴുത് വീണ് നമസ്കരിച്ച് തിരിച്ചു പോകുമ്പോ പൂജ കഴിക്കുന്ന ആൾ ആദ്യം തീർത്ഥം തരും. തീർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. അത് ചന്ദനം കിട്ടിക്കഴിഞ്ഞാൽ ചന്ദനം ശരീരത്തിൽ അത് അണിയും. പൂക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും നോക്ക പതിവുണ്ടോ? ഇത് ഇന്നലത്തെ പൂവാണോ മിനിയാന്നത്തെ പൂവാണോ, ആര് തരണു, ഏത് പൂവാന്ന് പോലും നമ്മൾ നോക്ക പതിവില്ല. കിട്ടിയതായിരിക്കുന്ന പൂവ് ഭഗവാന്റെ പാദങ്ങളിൽ നിന്ന് കിട്ടിയതാണ് എന്നുള്ള ഭാവത്തോടു കൂടി ഇത് പ്രസാദമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ശിരസിലേക്ക് എടുത്തു വെക്കും. ഇതേപോലെ ജീവിതത്തിൽ വരുന്ന സുഖത്തിനെയും ദുഃഖത്തിനെയും ഭഗവാന്റെ പ്രസാദമായിട്ട് ആർക്കാണോ കാണാൻ സാധിക്കുന്നത് അവരാണ് ഇവിടെ ജീവിതത്തില് സുഖം, ആനന്ദം, സന്തോഷം അനുഭവിക്കുന്നത്. ഇതൊന്നും ഞാനല്ല, ഇതൊന്നും അനുഭവിക്കുന്നത് എന്നുള്ള ഭാവത്തില് അല്ലെ എങ്ങനെയായിരിക്കണം? നമ്മൾ പറഞ്ഞു പൊട്ടത്തേങ്ങ പോലെ ആയിരിക്കണം ജീവിതം എന്ന് പറഞ്ഞു. പൊട്ടത്തേങ്ങ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിരട്ടേന്റെ ഉള്ളിലാണിച്ചാലും ആ ചിരട്ടയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ അച്ഛനാണ്, ഞാൻ അമ്മയാണ്, ഞാൻ മകനാണ്, മക്കളാണ്, അതൊക്കെ കാര്യം ശരിയാണ്. പക്ഷേ ഇവരെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കലല്ല എന്റെ ജോലി. ഈ ജീവാത്മാവിന്റെ ലക്ഷ്യം പരമാത്മാ പ്രാപ്തി മാത്രമാണ്. ഭഗവാൻ ഉപാസിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പലരും, ചിലവര് ഭർത്താവായിട്ട്, ചിലവര് ഭാര്യയായിട്ട്, ചിലവര് മകനായിട്ട്, ചിലവര് മകളായിട്ട് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അവരും കൂടി ആ ഈശ്വരന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ജീവിക്കണം. അല്ലാതെ എന്റേത് എന്നുള്ള രീതിയിൽ അവർക്ക് അങ്ങനെ ഓരോ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞിട്ടുവെച്ചാൽ അതിന്റെ കാരണക്കാരൻ ഒരിക്കലും ഞാനല്ല. ആരാണ്? അവരവരുടെ ആ കർമ്മദോഷമാണ്. അവര് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതായിരിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. ആ കർമ്മദോഷം കൊണ്ടാണ് അവർ തൻ്റെ അടുത്തതാ വന്നതാ ജനിക്കണത് എന്നുള്ള ആ മനോഭാവം ഉണ്ടാവണം. ഇതിനാണ് പ്രസാദ ബുദ്ധി പറയും. പ്രസാദ ബുദ്ധിയോട് കൂടിയിട്ട് ജീവിക്കുമ്പോഴാണ് നമുക്കതാ ആനന്ദം, സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവുക. എന്ത് വേണം? അങ്ങനെ ഏതെങ്കിലും പ്രയാസങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്തതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാതിരിക്കാൻ ഈശ്വരനെ ഉപാസിക്കുക. നമുക്കറിയില്ല നാളത്തെ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരാനുള്ളത്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് വേണം? അതൊക്കെ വരാതിരിക്കാൻ
കഴിയുന്നിടത്തോളം ഭഗവാനെ ഉപാസിക്കാനായിട്ട് ശ്രമിക്കണം. ഭഗവത് ഉപാസനയാണ് നമ്മുടെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളാണ് അടുത്ത നിമിഷത്തില് നമുക്ക് വരാൻ പോകുന്നതായിരിക്കുന്ന ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മൾ തന്നെ ഇല്ലാതാക്കിയതാ വെക്കുന്നത്. എത്രത്തോളം അധികസ്യം അധികം ഫലം എന്ന് പറയും. അധികസ്യ അധികം ഫലം. ഒരു നാമം ജപിക്കാനായിട്ട് സാധിച്ചാൽ അത്രത്തോളം പുണ്യം. ഒരു നാമം കൂടി ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം പുണ്യം. ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം ജപിച്ചു അത്രത്തോളം ഗുണം. ഒരു പ്രാവശ്യം കൂടി വിഷ്ണു സഹസ്രനാമം ജപിച്ചു അത്രത്തോളം ഗുണം. ഒരു പ്രാവശ്യം കൂടി ഭാഗവതം കേൾക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടാൽ അത്രത്തോളം നല്ലത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മളിതാ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് വെച്ചാൽ അതാണ് ഭഗവാൻ എപ്പോഴും നമുക്ക് അനുഗ്രഹമായിട്ട് ഇതാ തരുന്നത് എന്ന് ആദ്യത്തെ ആ ഭാഗത്തിൽ ഇതാ വർണ്ണിച്ചു. പിന്നെയും ഭഗവാന്റെ അനവധി വിവാഹ കഥകളാണ് വർണ്ണിക്കുന്നത്. ജാമ്പവതിയെ ഭഗവാൻ വിവാഹം കഴിച്ചു. സത്രാജിത്തിന്റെ മകളായിരിക്കുന്ന സത്യഭാമയെ ഭഗവാൻ ഇതാ വിവാഹത കഴിച്ചു. പിന്നീടാണ് ബാണാസുരന്റെ മകളായിരിക്കുന്ന ഉഷ ഭഗവാന്റെ പൗത്രനായിരിക്കുന്ന അനിരുദ്ധൻ വിവാഹം കഴിച്ചതായിരിക്കുന്ന ചരിത്രം. നൃഗന്റെ പേരായിരിക്കുന്ന ഒരു രാജാവ് ഭഗവാന്റെ കുട്ടികളൊക്കെ പാടെ കളിക്കുന്നതിന്റെ ഇടയിൽ ഒരു കിണറിന്റെ അടുത്ത് വന്നു നോക്കി. അപ്പൊ ഒരു ഓന്തിനെ കണ്ടു അത്രേ. അങ്ങനെ ഓന്തിനെ രക്ഷപ്പെടുത്താൻ നോക്കി. എത്രയായിട്ട് ഓന്ത് അവിടുന്ന് രക്ഷപ്പെടുന്നില്ല. അവസാനം ഭഗവാൻ വന്ന ഓന്തിനെ തൊട്ടതോടുകൂടി ഓന്തിന്റെ രൂപം മാറി ഒരു രാജാവായി. ആ രാജാവ് അവിടെ ഇരുന്ന് പറഞ്ഞു, ഭഗവാനെ, എൻ്റെ പേര് നൃഗൻ എന്നാണ്, അച്ഛൻ്റെ പേര് ഇക്ഷ്വാകു എന്നാണ്. മാത്രമല്ല ഞാൻ കുറെ ദാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ദാനം ചെയ്യുന്ന ആൾക്കാരുടെ പേരൊക്കെ എഴുതുന്ന വലിയ വലിയ പുസ്തകമൊക്കെ അങ്ങ് വായിച്ചിട്ടുണ്ട് വെച്ചാൽ അതിൽ ആദ്യത്തെ പേര് എൻ്റെ പേരായിരിക്കും. ഈ ലോകത്ത് എത്ര ഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താം. എത്ര നക്ഷത്രങ്ങളുണ്ട് എന്നുള്ളത്, എത്ര മണൽത്തരികളുണ്ട് എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ എണ്ണി തിട്ടപ്പെടുത്താം. ഞാൻ ചെയ്ത ദാനത്തിന്റെ കണക്ക് ലോകത്തൊരാൾക്കും പറയാനായിട്ട് സാധിക്കില്ല. ആൾക്കാര് ദാനം പശുദാനം എന്നൊക്കെ പേരിടുന്നല്ലാതെ, പശുദാനം എന്ന് പറഞ്ഞിട്ടവർ എന്താ ചെയ്യുക, ജീവപശുവിൽ നിന്നല്ല ദാനം ചെയ്യുക. അവര് ചിലപ്പോ ഒരു വസ്ത്രോ അല്ലെങ്കിൽ ഒരു വെറ്റിലോ അടക്കി എത്ര കഷ്ണാക്കാൻ പറ്റിച്ചാൽ അത്ര കഷ്ണാക്കും അത്രേ. എന്നിട്ട് അവര് ഇതൊക്കെ ഞാനും ദാനം ചെയ്തു എന്ന് പറഞ്ഞാൽ വരും. ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാൻ ജീവപശുവിനെയാണ് ദാനം ചെയ്തത്. കൊമ്പും കുളമ്പും ഒക്കെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കെട്ടിച്ച് പശുക്കുട്ടിയോടുകൂടി ധാരാളം പട്ടുവസ്ത്രത്തോടു കൂടി ഇങ്ങനെ അനവധി ദാനം ചെയ്ത ആളാണ് ഞാൻ എന്നൊക്കെ തന്റെ കേമത്തം ഇങ്ങനെ പറയുന്ന സമയത്ത് ഭഗവാൻ ചോദിച്ചു, ഇത്രയൊക്കെ ദാനം ചെയ്താൽ തോന്നായി കിടക്കുകയാണോ ചെയ്യാ ചോദിച്ചു. അതല്ല കേട്ടോ പറഞ്ഞു. എന്നാ പിന്നെ അതിന്റെ കാരണം എന്താ അതും പറയും. ഇതൊക്കെ ആരുടെ കഥയാ? നമ്മളെ കഥയാ. നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ കേമത്തം ഇങ്ങനെ പറയും. ദോഷമൊന്നും ഒരിക്കലും നമ്മൾ ആരോടും പറയില്ല. ഇപ്പൊ ചോദിച്ചു, എന്താ ചോദിച്ചാൽ ഒരു ബ്രാഹ്മണന്റെ പശുവാണ് എന്നറിയാതെ ആ പശുവിനെ ഞാൻ മറ്റൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. അങ്ങനെ ദാനം കിട്ടിയതായിരിക്കുന്ന പശുവായിട്ട് രണ്ട് ബ്രാഹ്മണന്മാരും തമ്മില് വർത്തമാനം ഉണ്ടായി. അതിന്റെ തീർപ്പ് കൽപ്പിക്കാൻ അവർ എൻ്റെ അടുത്ത് എത്തിയപ്പോ ഞാൻ പറഞ്ഞു, ഒരു പശുവിന് 1000 പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാ പറഞ്ഞു. ആ ബ്രാഹ്മണൻ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങയുടെ 1000 പശു എന്നല്ല, ഒരു പശുവും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. ഞാൻ മരിച്ച് യമധർമ്മരാജാവിന്റെ അടുത്തെത്തിയപ്പോ ധർമ്മരാജാവ് പറഞ്ഞു, അങ്ങയുടെ ജീവിതത്തിൽ കുറെ പുണ്യമുണ്ട്, കുറച്ച് ദോഷമുണ്ട്. ഏതാ ആദ്യം അനുഭവിക്കുന്നത് വെച്ചാൽ അനുഭവിച്ചോളാനായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിതാ ഇവിടെ ഈ ഓന്തായിട്ട് കിടക്കുന്നത്. ഭഗവാനെ, അങ്ങയെ കണ്ടതോടുകൂടി എൻ്റെ എല്ലാ ദോഷവും ഇല്ലാതായി എന്ന് പറഞ്ഞ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നൃഗമഹാരാജാവ് അവിടെ നിന്നിതാ യാത്രയായി. ഒന്നിനെ കാണാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? കാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നിനെ കാണാം. ഒന്നിനെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ അങ്ങനെ നോക്കി നിൽക്കും. ഒന്ന് എന്താ ചെയ്യുക, അത് തല ഇങ്ങനെ ആട്ടും. ഒന്നിന്റെ സംസ്കൃതത്തിൽ ട്രിക്കലാസം എന്നാ പറയും. ട്രിക്കലാസം എന്ന് പറയുന്നത് വെച്ചാൽ അതും എനിക്ക് മറ്റുള്ളവരുടെ വസ്തുക്കളൊക്കെ തൻ്റെതാക്കണം എന്ന് ആരെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബ്രഹ്മസ്വം വിഷം പ്രോക്തം, ഭഗവാന്റെ കയ്യിലുള്ളതായിരിക്കുന്ന വസ്തുക്കളോ ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ആളുകളുടെ വസ്തുക്കളൊക്കെ അറിഞ്ഞോ അറിയാതെയോ തൻ്റെതായി കഴിഞ്ഞിച്ചാൽ ഷഷ്ടിവരിഷ സഹസ്രാണാം വിഷ്ടായാം ജായതേ കൃമി, 60,000 കൊല്ലക്കാലം കൃമികള് എത്രത്തോളം ദുഃഖം അനുഭവിക്കുവോ നമ്മളും അതേപോലെ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ടതാ വരും. അതുകൊണ്ട് മറ്റുള്ളവരുടെ വസ്തുക്കളൊന്നും തന്നിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ടതാ ശ്രദ്ധിക്കണം. കുറച്ചു നേരമൊക്കെ നമുക്ക് എന്തുണ്ടാവും, ശരിയാണ്, സന്തോഷാണ്, സുഖാണ് എന്നൊക്കെ വിചാരിക്കുന്നല്ലാതെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴാണ് അല്ലേ കള്ളത്തരത്തിൽ കൂടെ ഓരോന്ന് നേരെയാക്കിയത്. ചിലപ്പോൾ കുറച്ച് പൈസയൊന്നും കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാവില്ല. കുറച്ചും കൂടി അധികം പൈസ പോയി കഴിഞ്ഞാലും ചിലപ്പം പ്രയാസം ഉണ്ടാവില്ല. ചിലപ്പോ ഒന്നിച്ചൊലിച്ചു പോകുന്ന സമയത്താവും
ആളുകൾ ഇരുന്ന് ഇങ്ങനെ അതാ കരയ. അപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കൂ, ഇത്രയും വേണ്ടില്ലായിരുന്നു കേട്ടോ ഭഗവാനെ, വേണ്ടില്ലായിരുന്നു കേട്ടോ ഭഗവാനേത് അപ്പോഴാവും ആളുകൾ ഇതാ വിചാരിക്കുക. അതുകൊണ്ട് എന്ത് വേണം, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സത്യം വദ ധർമ്മം ചരാന്ന് പറയും. ധർമ്മത്തിനനുസരിച്ചുകൊണ്ട് സത്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാതെ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കേണ്ടതാണ്. ഇല്ലാതെന്ന് വെച്ചാലോ ഈ നൃഗമഹാരാജാവിനെ പോലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അത് അനുഭവിക്കും. പിന്നെ നൃഗമഹാരാജാവിന്റെ പ്രത്യേകത എന്താ, അദ്ദേഹം ഈ എണ്ണം കൂട്ടണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ചെയ്യുന്നത് എണ്ണം കൂട്ടണം, അല്ലാതെ ചെയ്യുന്നത് വൃത്തിയാവണം എന്ന് അദ്ദേഹം വിചാരിച്ചില്ല. അല്ലേ, ഇത് കുറെ പശുദാനം ചെയ്യണേ എന്ന് വിചാരിച്ചു. അപ്പൊ ഈ എണ്ണം കൂട്ടുന്ന സമയത്ത് എന്തുണ്ടാവും, എണ്ണം കൂട്ടുന്ന സമയത്ത് ശ്രദ്ധ വല്ലാതെ കുറയുന്നു. അല്ലെ, എണ്ണം കൂട്ടുന്ന സമയത്ത് അങ്ങനെയാണ്. ഈ ബ്രാഹ്മണരാണ് ദാനം വാങ്ങുന്ന ആൾക്കാര്. അപ്പോ ഈ ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പെട്ടെന്ന് നടന്നു വരുന്നില്ല. അവര് ചിലപ്പോ നല്ല നടിയൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു വരുമ്പോൾ ആരെയും കണ്ടാന്ന് വർത്താനൊക്കെ പറയും. അത് കഴിഞ്ഞാൽ അവിടെ സുഖമൊക്കെ അല്ലേ. അപ്പോഴേക്കും ഇവിടെ സമയം വൈകിയാലോ. അപ്പൊ മഹാരാജാവ് എന്ത് ചെയ്യും, ഈ ബ്രാഹ്മണരെ പിടിച്ചുകൊണ്ടിരാൻ വേണ്ടി രണ്ടാൾക്കാർ ഏർപ്പാടാക്കി. ബ്രാഹ്മണര് വേഗം ഒന്നും അവിടെ ഇരുത്താൻ രണ്ടാൾക്കാര്. ഇരുന്ന് കഴിഞ്ഞാൽ അവരങ്ങനെ പെട്ടെന്ന് എഴുന്നേൽക്കൊന്നുമില്ല. അതായത് കയ്യൊക്കെ കുത്തി സാവധാനത്തിൽ ഇങ്ങനെ എഴുന്നേൽക്കണം. ഇവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാര്. അവിടെ സമയം വൈകല്ലോ വിചാരിച്ച് വേഗം വേഗം. മാത്രമല്ല ദാനം ചെയ്യുന്ന സമയത്ത് മന്ത്രമൊക്കെ നമ്മൾ എന്ത് വേണം, കൃത്യമായിട്ട് നല്ല രീതിയിൽ. ഇപ്പൊ ഇവിടെ നമ്മൾ ഗായത്രി മന്ത്രമൊക്കെ അതാ ഉച്ചരിക്കുന്നില്ലേ സാവധാനത്തില്, അല്ലേ, അതേപോലെ കൃത്യമായിട്ട് നമ്മൾ ആ മന്ത്രം ജപിക്കണം എന്ന് പറയും. അത് വേഗം വേഗം ജപിച്ചു കഴിഞ്ഞാലോ അപകടമായിട്ട് മാറും. ഇവിടെ എന്തുണ്ട്, മന്ത്രം വേഗം ജപിച്ചു അത്രേ. എന്താ, ദാനം ചെയ്യുന്ന സമയത്ത് ഒരു മന്ത്രം ഉണ്ട്. എന്താണ്, ഓം തൽ സൽ എന്നാണ് ആ മന്ത്രം. അപ്പൊ മഹാരാജാവ് എന്ത് ചെയ്തു, വേഗം വേഗം കഴിയണേന്നുള്ളത് ഓം തസ്സൽ ഓം തസ്സൽ ഓന്ത് അസ്സൽ ഓന്ത് അസ്സൽ എന്തായി മാറി, ഓന്നായിട്ട് മാറി അത്രേ. അതാണ് ചെയ്യുന്നതായിരിക്കുന്ന കർമ്മം. നമ്മളിപ്പോ ഗായത്രി മന്ത്രമൊക്കെ ജപിക്കുകയാണെന്ന് വെച്ചാൽ 3 പ്രാവശ്യം ജപിക്കണമെന്ന് വെച്ചാൽ അത് അത്രത്തോളം സമയമെടുത്ത് ഓങ്കാരമൊക്കെ ജപിക്കുന്ന സമയത്ത് ആ മാത്രയൊക്കെ കൃത്യമായി സാവധാനം, അല്ലാതെ 1000 എണ്ണം ജപിക്കണമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, സമയമില്ല ആൾക്കാർക്ക്. അപ്പൊ ജപിക്കണം എന്ത് വേണം, കുറച്ചാണെന്ന് വെച്ചാലും കൃത്യമായി വൃത്തിയായിട്ട് ആ മന്ത്രങ്ങളൊക്കെ ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണെന്ന് ആ നൃഗമഹാരാജാവിന്റെ ചരിത്രത്തിലൂടെ വർണ്ണിച്ചു. പിന്നീടാണ് പാണ്ഡവര് ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഗൃഹസ്ഥാശ്രമ ധർമ്മക്കഥ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ഒന്ന് ക്ഷേമമായിട്ട് പൂജ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ രാജസൂയ മഹായാഗത്തിലേക്ക് ഭഗവാനത കൂട്ടിക്കൊണ്ടുവന്നു. രാജസൂയത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപൂജ നടത്തി. അപ്പോൾ ശിശുപാലിന് അത് ഇഷ്ടായില്ല. ശിശുപാലിന് അവിടെ വന്ന് ഭഗവാനെ പറ്റിയിട്ട് 100 അപരാധം പറയാനായിട്ട് പുറപ്പെട്ടു. ഭഗവാൻ തന്റെ കയ്യിലെ തൃച്ചക്രം കൊണ്ട് ശിശുപാലന് മോക്ഷത്തിനെ പ്രദാനം ചെയ്തു. അങ്ങനെ ശിശുപാലവധം കേട്ടതോട് കൂടിയിട്ടാണ് അവിടേക്ക് നരസിംഹാവതാരം ഭരതമഹർഷി വന്നതാ പറയുന്നത്. പിന്നീടാണ് മഹാഭാരത യുദ്ധത്തിന്റെ ഘട്ടങ്ങളൊക്കെ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. ഇങ്ങനെ കൃഷ്ണകഥകളൊക്കെ ഇങ്ങനെ വൃത്തിയായി വിസ്തരിച്ച് 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 ഇങ്ങനെ പറയാനായിട്ട് പുറപ്പെട്ടപ്പോ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവ് ശ്രീശോബ്രഹ്മർഷിയോട് പറഞ്ഞു, ശ്രീശോബ്രഹ്മർഷി, ഇന്നേക്ക് 6ാമത്തെ ദിവസമായി. നാളെ ഉച്ച ആയി കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഒരാള് കയറി വരും. എനിക്ക് ആകപ്പാടെ 7 ദിവസേ ആയുസുള്ളൂ. അതുകൊണ്ട് ഇനി ഉള്ളതായിരിക്കുന്ന സമയം സാക്ഷാൽ ഭഗവാന്റെ കഥകളെ അങ്ങ് എന്നോട് പറഞ്ഞു തരണേ. കൃഷ്ണകഥകളെ എന്നോട് പറഞ്ഞു തരണേ. ഭഗവാന്റെ കഥകളെ വളരെ വിസ്തരിച്ച് പറഞ്ഞു തരണേന്ന് പരീക്ഷിത് മഹാരാജാവ് ശ്രീശോബ്രഹ്മർഷിയോട് പറയുന്നു. ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണ്യനന്ത വീര്യസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ കോ नु ശ്രുത്വാ സകലൽ ബ്രഹ്മൻ ഉത്തമ ശ്ലോകസൽകഥാ വിരമേത വിശേഷജ്ഞോ വിഷണ്ണ കാമമാർഗണേ കോ नु ശ്രുത്വാ അസകൃത് ബ്രഹ്മൻ. ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന. മുകുന്ദൻ എന്നാണ് ഭഗവാന് ഒരു പേര് അവിടെ കൊടുത്തത്. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുക്തിയെ പ്രദാനം ചെയ്യുന്നയാളാണ് സാക്ഷാൽ ഭഗവാൻ. മുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്തിരഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി എന്ന് പറയും. അന്യഥാരൂപം ഹിത്വ, തന്റെ ശരിക്കുള്ളതായിരിക്കുന്ന രൂപം എന്താണ് എന്ന് അറിയുക, അതിനാണ് മുക്തി എന്ന് പറയുക. അത് അറിഞ്ഞു കഴിഞ്ഞാലോ സ്വരൂപേണ
വ്യവസ്ഥിതി, ആ സ്വരൂപത്തിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കുക. എന്താണ് നമ്മളുടെ രൂപം? ഇന്ന് കാണുന്നതായിരിക്കുന്ന ഈ രൂപമാണോ? അല്ലെ, ഇന്ന് കാണുന്ന രൂപമാണെന്ന് വെച്ചാൽ ഇന്നലെയും ഇതേ രൂപമായിരിക്കണം, മിനിയാന്നും ഇതേ രൂപമായിരിക്കണം, നാളെ ഇതേ രൂപമായിരിക്കണം. ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പാടില്ല. അല്ലേ, എന്നാ നമ്മളുടെ രൂപം ഇതാണോ ആലോചിച്ച് നോക്കി. എന്തൊക്കെ മാറ്റങ്ങൾ ഇതാവുന്നു. 95 വയസ്സായ മുത്തശ്ശി തന്റെ കല്യാണത്തിന്റെ ആൽബടുത്ത് ഇങ്ങനെ മറക്കുക. മുത്തശ്ശിക്ക് എന്തായിട്ട് ഫോട്ടോ മറക്കാൻ സാധിക്കുന്നു? കല്യാണമാല എടുത്ത് നിൽക്കണ ഒരു ഫോട്ടോ, അല്ലെ, അങ്ങനെയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും വയ്യ, അങ്ങനത്തെ വേറെ ഒരു ഫോട്ടോ, അല്ലെ. ഇങ്ങനെ കുറെ ഫോട്ടോകൾ കണ്ട് മുത്തശ്ശിക്ക് ഫോട്ടോ മറക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴോ 95 വയസ്സായി. പത്താം തീയതിയോ കണ്ണാടി നോക്കിയാൽ കണ്ണാടി കുത്തി പൊട്ടിക്കാനാ തോന്നുന്നത്. ഇങ്ങനെ രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ രൂപം എന്ന് വെച്ചാൽ രൂപത്തിന് യാതൊരു മാറ്റവും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പൊ നമ്മളുടെ സ്വരൂപം ഇതല്ല. നമ്മളുടെ സ്വരൂപം എന്താണ്? ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ സ്വരൂപത ഇരിക്കുന്നത്. സ്വരൂപേണ മുക്തിർഹിത്വ അന്യഥാരൂപം. ശരീരമല്ല ഞാൻ, ശരീരമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ശരീരത്തിനുള്ളിൽ ശരീരത്തിനെ നിലനിർത്തുന്നതായിരിക്കുന്ന ജീവാത്മാവാണ് എന്ന് മനസ്സിലാക്കി സ്വരൂപേണ വ്യവസ്ഥിതി, ആ സ്വരൂപത്തില് ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കണം. അതിനാണ് മുക്തി എന്നതാ പറയുക. ആ മുക്തിയെ പ്രദാനം ചെയ്യുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ. മുകുന്ദസ്യ മഹാത്മന, സാക്ഷാൽ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ ചോദമിച്ചാമഹേ പ്രഭോ, ആ ഭഗവാന്റെ കഥകളെ എനിക്കിതാ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ബ്രഹ്മൻ, ഒരിക്കല് ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും പിന്നെയും ആ കൃഷ്ണകഥകൾ കേൾക്കണം, കൃഷ്ണകഥ കേൾക്കണം. എവിടെയാ ഭഗവാന്റെ കഥ ഉള്ളത്? എവിടെയാ ഭഗവാന്റെ കഥ ഉള്ളത്? ആ കഥ കേൾക്കാൻ എന്താ എനിക്കും കൂടി സാധിക്കും, അല്ലെ. അതാണ് ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ആളുകളെ പ്രത്യേകമായിട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല എന്ന് പറയും. കഥ പറയുന്ന സ്ഥലമുണ്ടോ, ഈശ്വരനെ ഉപാസിക്കുന്ന സ്ഥലമുണ്ടോ, അവിടേക്ക് തന്നാലെ എത്തിച്ചേരുന്ന ആളുകളെയാണ് ഭഗവത് ഭക്തന്മാര് എന്ന് പറയാം. കൽക്കണ്ട ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ കൽക്കണ്ടം കഴിക്കുന്നതായ എറുമ്പിനെ പ്രത്യേകമായിട്ട് ക്ഷണിക്കേണ്ട കാര്യമില്ല. എന്തുണ്ട്? ആ എറുമ്പ് തന്നാലെ അവിടേക്ക് ഇതാ എത്തിച്ചേരും. ഇതേപോലെ ഭഗവത് ഭക്തന്മാരായിരിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ കഥ പറയുന്ന സ്ഥലത്ത് കുറച്ചും കൂടി നേരം ഇരിക്കണം എന്നാണ് ഇത് ആഗ്രഹം ഉണ്ടാവുക. ബ്രഹ്മൻ ഉത്തമ ശ്ലോക സൽക്കഥ വിരമേത വിശേഷജ്ഞ വിഷണ്ണക്കാമമാർഗണീ. അങ്ങനെ ഭഗവാന്റെ കഥകള് കേൾക്കുന്നതിന്റെ ഇടയിൽ, ഭഗവാന്റെ കഥ പറയുന്നതിന്റെ അടുത്ത് നമ്മളങ്ങനെ വന്നിരിക്കുന്നതോടുകൂടി നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദത ഉണ്ടാവുന്നു. കാമമാർഗണീ. ഇതുകൊണ്ടാണ് ഈ ആനന്ദം ഉണ്ടാവാനുള്ള കാരണം. നമ്മളൊക്കെ കാമമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഓരോരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി കണ്ണോടൊന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഓടിപ്പോകും. കാതുകൊണ്ടൊന്ന് കേട്ട് കഴിഞ്ഞാൽ അതെനിക്ക് വേണേ എന്ന് പറഞ്ഞ കണ്ണോണ്ടൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് വെച്ചാൽ അത് എവിടുന്നാ കിട്ടുക ഭഗവാനെ, അല്ലേ. ഒന്നും വേണ്ട, ഒരു സ്ത്രീയുടെ കഴുത്തില് 10 പവന്റെ ഒരു മാല കണ്ടാൽ മതി. അപ്പൊ അതിനെ ചോദിച്ചു, അല്ല അത് എവിടുന്ന് വാങ്ങിയതാ? കല്യാണിന്ന് വാങ്ങിയതാ, അപ്പുറത്തുനിന്ന് വാങ്ങിയതാ. എന്നിട്ട് അതേപോലെ ഒന്ന് വാങ്ങണേന്ന് വിചാരിച്ച അതിനിപ്പോ എവിടെയാ പൈസ കിട്ടുക ഭഗവാനെ? ഇല്ലല്ലോ പൈസ. ഇതിന് പണം ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുക. പണം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിച്ച് ഓടി നടക്കണതിന്റെ ഇടയ്ക്കാണ് ഈ അധ്വാനിക്കുന്ന സമയത്ത് എന്തെങ്കിലും സന്തോഷം ഉണ്ടോ ജീവിതത്തിൽ? ഒരു സന്തോഷവും ഇല്ല. കാമമാർഗണ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ ഓടി നടക്കുന്നതിന്റെ ഇടയില് കൃഷ്ണകഥയുടെ മുന്നിൽ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം. ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആനന്ദം ഉണ്ടാവുന്നത്. കാമമാർഗണൈഹി. ഇങ്ങനെ ലോകത്തിലൂടെ ഓടി നടക്കുന്നതായിരിക്കുന്ന ഞങ്ങൾക്ക് ഭഗവാന്റെ കഥയുടെ മുന്നിൽ വന്നിരിക്കുമ്പോ അതിൽ നിന്ന് വിരമേത, അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകളെ അങ്ങ് എന്നോട് വിസ്തരിച്ചതാ പറഞ്ഞു തരണേ. സാവഗ്യയാതസ്യ ഗുണാൻ ഗൃണീതയം. ഒരാളുടെ നാവ് എപ്പോഴാ ശുദ്ധമായിട്ട് തീരുക? നാവ് കൊണ്ട് ഭഗവാന്റെ തിരുനാമം എപ്പോഴാണോ നമ്മൾ ജപിക്കാനായിട്ട് പുറപ്പെടുന്നത് അപ്പോഴാണ് നാവ് ശുദ്ധമായിട്ട് തീരുക. കണ്ണുകൊണ്ട് ഭഗവാനെ കാണുന്ന സമയത്താണ് കണ്ണ് ശുദ്ധമായിട്ട് തീരുന്നത്. നാവിലൂടെ ഭഗവാന് നിവേദിച്ചതായിരിക്കുന്ന പ്രസാദം കഴിക്കുന്നതോടുകൂടി ആ നാവ് ശുദ്ധമായിട്ട് തീരുന്നു. ഓടയിലൂടെ ഒഴുകിയതായിരിക്കുന്ന മലിനജലം ഗംഗയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് മലിനജലം എന്ന് പറയില്ല. പിന്നെന്തേ പറയൂ? ഗംഗാജലം എന്നേ പറയൂ. അതേപോലെ നമ്മളെ നാവിലൂടെ നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്ന് നോക്കാതെ, എന്തൊക്കെ നാവിലൂടെ നമ്മൾ വേണ്ടാത്തത് പറഞ്ഞു എന്ന് നോക്കാതെ ഇപ്പൊ ഭഗവാന്റെ തിരുനാമം ജപിക്കാൻ തയ്യാറുണ്ടോ?
ഇപ്പൊ ഭഗവാന്റെ ആ നിവേദ്യം കഴിക്കാനായിട്ട് ഇതാ തയ്യാറുണ്ടോ? അതോട് കൂടിയിട്ട് നാവ് ശുദ്ധമായിട്ട് ഇതാ തിരുണു. തസ്യ ഗുണാൻഗൃണീതേ കരോചതൽ കർമ്മകരോപനശ്ച. കുറച്ച് പൂക്കളെ കയ്യിലേക്ക് എടുത്ത് ഭഗവാന്റെ തിരുനാമൊക്കെ ജപിച്ച്, ഭഗവാനെ എന്റെ മനസ്സാകുന്ന ഈ പൂവിനെ അങ്ങയുടെ പാദങ്ങളിലേക്ക് ഇതാ ഞാൻ സമർപ്പിക്കുമ്പോ അങ്ങ് സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്നുള്ള രീതിയിൽ കൈകൊണ്ട് കുറച്ച് പൂക്കളെടുത്ത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ കയ്യ് ശുദ്ധമായിട്ട് ഇതാ തിരുന്നത്. സ്മരേത് വസന്തം സ്ഥിരജംഗമേഷു ശൃണോതിതൽ പുണ്യകഥാസകർണ. സാക്ഷാൽ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥയുടെ മുന്നിൽ അങ്ങനെ വന്നിരിക്കുന്നതോടുകൂടി ഇതുവരെ കാതിലൂടെ എന്തൊക്കെ വേണ്ടാത്തത് കേട്ടു അല്ലെ, അതൊന്നും ഭഗവാൻ ഇതാ നോക്കണില്ല അത്രേ. കാതിലൂടെ എപ്പോഴാണോ ഭഗവാന്റെ കഥ കേൾക്കാൻ നമുക്ക് ഇതാ സാധിക്കുന്നത്, അതോട് കൂടിയിട്ട് ആ കാത് ശുദ്ധമായിട്ട് ഇതാ തീരുന്നു. ശിരസ്തുതസ്യോ ഭയലിംഗമാനമേൽ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തന്റെ പൂജാമുറിയിലുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് ശിരസ് ജീവിതത്തില് അലങ്കാരമായിട്ട് ഇതാ മാറുന്നത്. കാത് അപ്പോഴാണ് നമുക്ക് അലങ്കാരമായിട്ട് ഇതാ മാറുന്നത് അല്ലേ. അതേവ ഹാരം വധമന്യസേച്ചിൽ. ഹാരം എന്ന് പറഞ്ഞാൽ മാലകൾ എന്നർത്ഥം. പലരും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് കുറെ മാലകളൊക്കെ ഇട്ടതാവും. ചിലവര് സ്വർണ്ണമാല ഇടും, ചിലവര് രുദ്രാക്ഷമാല ഇടും, ചിലവര് തുളസിമാല ഇടും അല്ലെ. അനവധി മാലകളൊക്കെ ഇട്ട് ഭഗവാന് മുന്നിലേക്ക് വരുമ്പോ ശ്രീകോലിലുള്ളതായിരിക്കുന്ന ഭഗവാൻ തന്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന ഈ മാലകളൊക്കെ കാണുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി ഈ മാല ചില ആൾക്കാർ നോക്കിയിരിക്കുന്നുണ്ടാവും. ആരാ? കള്ളന്മാര് പറയും കുറച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെയാക്കി തരാം കേട്ടോ അല്ലെ. അല്ലാതെ ഭഗവാൻ ഇങ്ങനത്തെ മാലകളൊന്നും ഭഗവാൻ ഇതാ കാണില്ല. ഭഗവാൻ ഏത് മാലയെ കാണൂ? നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാന്റെ തിരുനാമം ജപിച്ച് വിഷ്ണു സഹസ്രനാമം ജപിച്ച് കുറച്ച് പൂവ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശിരസ്തുതസ്യോ ഭയലിംഗമാനമേൽ ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിച്ച് നമ്മൾ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോ ഭഗവാൻ എന്ത് ചെയ്യും? നീ വെറുതെ പോണ്ടാട്ടോ, ഈ മാല കഴുത്തിലേക്ക് ഇട്ടോ എന്ന് പറഞ്ഞ് ഭഗവാൻ ഒരു മാല നമ്മളെ കഴുത്തിലേക്ക് ഇതാ അണിയുന്നുണ്ട്. ആ മാല മാത്രമേ ഭഗവാൻ ഇതാ കാണുള്ളൂ അല്ലെ. ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ഓരോ കർമ്മങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോ അതങ്ങോട്ട് കഴിയുന്ന സമയത്ത് ഭഗവാൻ വന്ന് നമ്മളെ കഴുത്തിലേക്ക് ഇതാ ഒരു മാല ഇതാ അണിയിക്കുന്നുണ്ട്. ആ മാല മാത്രമേ ഭഗവാൻ എപ്പോഴും ഇതാ കാണുള്ളൂ. അതേവയിൽ പശ്യതി തദ്ധിചക്ഷു അംഗാനി വിഷ്ണോരതജ്ജനാനാം പാദോദകം യാനി ഭജന്തി നിത്യം. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് കുറച്ച് വെള്ളം ആ ഭഗവാൻ ഇത് അഭിഷേകം നടത്തുമ്പോ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ വെള്ളമാണ്. എപ്പോഴത് തീർത്ഥാവുക? ഭഗവാൻ അഭിഷേകം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പാത്രത്തിൽ കുറച്ച് തുളസിപ്പൂ എടുത്തിട്ട് കഴിഞ്ഞാൽ അതെന്തായി? അത് തീർത്ഥായിട്ടതാ മാറി. നമ്മൾ രാവിലെ വീട്ടിലുണ്ടാക്കുന്നതായിട്ടുള്ള ഭക്ഷണം അതൊക്കെ പാടെ ഒരു പാത്രത്തിൽ ഇതാ എടുത്ത് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് അത് എടുക്കുന്നതോട് കൂടിയിട്ട് അത് പ്രസാദമായിട്ട് ഇതാ മാറി. ഭഗവാന്റെ തിരുനാമം ജപിച്ച് നമ്മൾ എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതാ പുറപ്പെടുമ്പോ, ആഹാരം ഉണ്ടാക്കാനായിട്ട് പുറപ്പെടുമ്പോ ആ ആഹാരത്തിന്റെ പേരാണ് പ്രസാദം എന്നുള്ളത്. ഭഗവാന് ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ശുദ്ധമായിട്ട് ഇത് ഭഗവാന് കൊടുക്കാനുള്ളതാണ് എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് നമ്മൾ നിവേദ്യം ഉണ്ടാക്കാനായിട്ട് പുറപ്പെടുമ്പോ അപ്പോഴാണത് പ്രസാദമായിട്ട് ഇതാ തീരുന്നത്. പാദോദകം യാനി ഭജന്തി നിത്യം. ഇങ്ങനെ ഭഗവാന്റെ പാദങ്ങളിൽ അണിഞ്ഞതായിരിക്കുന്ന ആ തീർത്ഥം കഴിക്കുന്നതോട് കൂടിയിട്ട് നമ്മളിതാ ശുദ്ധമായിട്ട് ഇതാ തീരണു. അതുകൊണ്ട് ആ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ അങ്ങതാ എന്നോട് പറഞ്ഞു തരണേ എന്ന് പരീക്ഷിത് മഹാരാജാവ് ഗംഗാനദിയുടെ തീരത്തിരുന്ന് ശ്രീശോബ്രഹ്മർഷിയോട് പറഞ്ഞപ്പോ ശ്രീശോബ്രഹ്മർഷി ആലോചിച്ചു, ഏത് കഥ ഇനിയിപ്പോ ഈ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞതാ കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ കണ്ണടച്ച് സമാധിയിൽ അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീശോബ്രഹ്മർഷിയുടെ ഹൃദയത്തില് ഒരു കഥ ഉയർന്നതാ വന്നു. ആ കഥയാണ് സാക്ഷാൽ ഭഗവാന്റെ കൂട്ടുകാരനായിരിക്കുന്ന സുദാമാവിന്റെ അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്നതായ ആ കുചേല ബ്രാഹ്മണന്റെ ചരിത്രം. കൃഷ്ണസ്യാസിൽ സഖാ. എങ്ങനെയാ കുചേലവൃത്തം തുടങ്ങുന്നത് ഭാഗവതത്തില്? കൃഷ്ണസ്യാസിൽ സഖാ. ശ്രീകൃഷ്ണ ഭഗവാന് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ ആരംഭിക്കുന്നത്. അത് വെച്ച് നോക്കൂ, ഭഗവാൻ ഒരാളെ തന്റെ കൂട്ടുകാരൻ എന്ന് പറയണമെന്നുണ്ട് വെച്ചാൽ അയാൾക്ക് എത്രത്തോളം പ്രാധാന്യത ഉണ്ടായിരിക്കണം അല്ലേ? എത്രത്തോളം പ്രാധാന്യത ഉണ്ടായിരിക്കണം. സഖാ കശ്ചിൽ ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ. ഭഗവാൻ ഒരാളെ അംഗീകരിക്കണം എന്നുണ്ട് വെച്ചാൽ അയാൾക്ക് അത്രത്തോളം പ്രാധാന്യം ഉണ്ടാവണം. നമ്മളൊക്കെ പറയും
ഞാൻ എന്നും ഭഗവാനെ കാണുന്ന ആളാട്ടോ, ഞാൻ എന്നും അതേ അടുത്തുള്ളതായിരിക്കുന്ന അമ്പലത്തിലേക്ക് പോവാറുണ്ട്, ഞാൻ എന്നും ഭഗവാനെ കാണാൻ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാനായിട്ട് പുറപ്പെടുമ്പോൾ തന്നെ ചിലപ്പോൾ ശ്രീകോവിൽ നിന്ന് ഭഗവാൻ മേശാന്തിനോട് പറയും, അതെ ഒരാള് വരുന്നുണ്ട്, പക്ഷെ കാണണമെന്നില്ല, ഈ കാണുന്നതൊന്നുമല്ല സ്വഭാവം, ഈ കാണുന്നതൊന്നുമല്ല സ്വഭാവം, ഞാനൊന്ന് അപ്പുറത്ത് പോയി വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രീകോവിൽ നിന്ന് ഭഗവാൻ അപ്പത്തൻ്റെതായ അത് നമ്മൾ വിചാരിക്കും നമ്മള് കേവരാണ് നമ്മൾ ചെയ്യുന്ന ഈ വേണ്ടാത്ത പ്രവൃത്തികളൊന്നും ഭഗവാൻ അറിയില്ല എന്ന് ചിലപ്പോൾ നമ്മളിതാ വിചാരിക്കും. അല്ലേ? അപ്പൊ ഭഗവാൻ നമ്മൾ അങ്ങോട്ട് കണ്ടു പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വേണം? ഭഗവാൻ ഒന്ന് കണ്ണു തുറന്ന് നമ്മളെ ഇങ്ങോട്ട് കാണണം എന്ന് പറയും. ഭഗവാൻ അംഗീകരിച്ച ആളായിട്ട് താ മാറണം. ഭഗവാൻ അംഗീകരിക്കണം എന്ന് വെച്ചാൽ അവരാരായിരിക്കണം? ആരെയെ ഭഗവാൻ അംഗീകരിക്കുള്ളൂ? ബ്രാഹ്മണോ ബ്രഹ്മവിത്തമാ, ബ്രാഹ്മണനായിട്ട് തീരണം എന്ന് പറയും. എപ്പോഴാ ഒരാള് ബ്രാഹ്മണനായിട്ട് താ തീരുക? അല്ലെ, ജനിച്ചു കഴിഞ്ഞിട്ട് വെച്ചാൽ ബ്രാഹ്മണനാവില്ല. എന്ത് വേണം? ബ്രഹ്മജ്ഞാനി ഇതി ബ്രാഹ്മണ എന്ന് പറയും. ബ്രഹ്മജ്ഞാനം എവിടുന്നൊക്കെയാണോ കിട്ടുക അങ്ങനെയുള്ള ആൾക്കാരെയാണ് ബ്രാഹ്മണര് എന്ന് പറയാം. സകല ശാസ്ത്ര ഗ്രന്ഥങ്ങളെയും നന്നായിട്ട് പഠിച്ച് അല്ലെ, അതിന്ന് ഭഗവത് കഥകളെ എവിടുന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ ആയിട്ടാണോ ആ ഭഗവത്പരമായിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ആളുകളെയാണ് ബ്രാഹ്മണര് എന്ന് പറയും. അദ്ദേഹം ഈ ബ്രഹ്മജ്ഞാനിയാണ്, ബ്രാഹ്മണനാണ് എന്ന് മാത്രമല്ല, എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ബ്രഹ്മവിത്തമാ. ഭഗവാനെ പറ്റിയിട്ട് ഞങ്ങളുടെ അറിയാനില്ല, ബ്രഹ്മവിത്തമനാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ഞങ്ങളുടെ പറയാനില്ല. അത്രത്തോളം ഭഗവാനെ പറ്റിയിട്ട് നന്നായിട്ട് പഠിക്കാൻ സാധിച്ചതായിരിക്കുന്ന ആ സുധാമാവ് വിരമേത ഇന്ദ്രിയാർത്ഥേഷു വിരക്ത ഇന്ദ്രിയാർത്ഥേഷു പ്രശാന്താത്മാ ജിതേന്ദ്രിയ. വിരക്ത ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളിലൊക്കെ വിരക്തി വന്ന ആളാണ് അത്രേ. ഇന്ദ്രിയങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന് പ്രാധാന്യമില്ല. കണ്ണിന് പ്രാധാന്യമില്ല, കണ്ണുകൊണ്ട് കാണുന്നതിലേക്ക്, കാതുകൊണ്ട് കേൾക്കുന്നതിലേക്കോ ഇതിലൊന്നുമല്ല അദ്ദേഹത്തിന് ഇഷ്ടം. ഇദ്ദേഹം ജിതേന്ദ്രിയനാണ്, ഇന്ദ്രിയ ജയം വന്നതായിരിക്കുന്ന ആളാണ്. നമ്മളൊക്കെ ഇന്ദ്രിയ ജയം വന്ന ആൾക്കാരാണോ? ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും എവിടെ ഇന്ദ്രിയ ജയം വരുന്നു. വിചാരിക്കും കണ്ണുകൊണ്ട് ഞാനത് കാണില്ല, കാതുകൊണ്ട് ഇന്നത് ഞാൻ കേൾക്കില്ല, നാവുകൊണ്ട് ഇന്നത് ഞാൻ കഴിക്കില്ല എന്ന് പറയാന്നല്ലാതെ ഇഷ്ടമുള്ളൊരു സാധനം അങ്ങോട്ട് വന്നാൽ അപ്പ കൈ അങ്ങോട്ട് എന്നിട്ട് അത് നമ്മള് കഴിക്കാനായിട്ട് പുറപ്പെടും. ഇദ്ദേഹം ജിതേന്ദ്രിയരാണ്. ഇന്ദ്രിയ ജയം വന്നാൽ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രശാന്താത്മാ, എന്തെന്നില്ലാത്തതായ ശാന്തിത ഉണ്ടാവുന്നത്. നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ജീവിച്ചതാ വരുന്നത്. യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി തസ്യ ഭാര്യ കുജൈലസ്യ ക്ഷുക്ഷാമാച തഥാവിധ യദൃച്ഛയോപപന്നേന. രാവിലെ നേരത്തെ നീക്കുക, കുളിക്കുക, തന്റെ പൂജാമുറിയിലുള്ള ഭഗവാന് പൂജ കഴിക്കാനായിട്ട് പുറപ്പെടുക. അങ്ങനെ പൂജയൊക്കെ കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് ചിലപ്പോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിവേദ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാന് ഇത് പൂജ കഴിക്കാനുള്ളതാണ് കേട്ടോ, ഭഗവാൻ നിവേദ്യം കഴിക്കാനുള്ളതാണ് കേട്ടോ എന്നുള്ള രീതിയിൽ കുറച്ച് പഴങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ച് അവരെന്ത് ചെയ്യും? ഈ പൂജ കഴിയുന്നതിന്റെ മുന്നേ തന്നെ ഇവരവിടുന്ന് യാത്രയാവും. കാരണം ഇത് പൂജ കഴിക്കാൻ വേണ്ടി വെച്ചാൽ അദ്ദേഹം എടുത്ത് കഴിച്ചോട്ടെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം കഴിച്ചുകൊണ്ടിരിക്കുന്നതായ ആള് യദൃച്ഛയോപപന്നേന വർത്തമാനോ ഗൃഹാശ്രമി. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഗൃഹാശ്രമിയാണ്, വിവാഹം കഴിച്ചിട്ടുണ്ട്. കുട്ടികളുടെ കാര്യമൊന്നും ഈ ഭാഗവതത്തിൽ ഇതാ പറയുന്നില്ല. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാച തഥാവിധ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വെച്ചാൽ തഥാവിധ, തന്റെ ഭർത്താവിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കാൻ രാവിലെ ഭർത്താവ് എഴുന്നേൽക്കുന്നതിന്റെ മുന്നേ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ പൂജയ്ക്കുള്ള സൗകര്യങ്ങളൊക്കെ അതാ ചെയ്തു കൊടുത്ത് ഭഗവാന് പൂജ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മുന്നിൽ അങ്ങനെ കൊണ്ടുപോയിട്ടതാ വെച്ച് ഭഗവാൻ അദ്ദേഹം പൂജ കഴിക്കുന്ന സമയത്ത് അടുത്തങ്ങനെ നിന്ന് ഈശ്വരനെ തന്നെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷുക്ഷാമാച തഥാവിധ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീയാണ് അത്രേ. ആ സ്ത്രീയോ പതിവ്രത പതിം പ്രാഹ പ്ലായതാവദനേന സ. ആ സ്ത്രീ അവിടെ ഇരുന്ന് ആലോചിച്ചു, ഇദ്ദേഹത്തിന് ഇപ്പൊ ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല, ഇനി ഭക്ഷണം കഴിച്ചില്ല വെച്ചാലും കുഴപ്പമില്ല. എന്റെ സ്ഥിതിയോ ഇനി ഞാൻ ഭക്ഷണം കഴിച്ചില്ല വെച്ചാൽ ഇദ്ദേഹത്തിന് പൂജയ്ക്ക് വേണ്ടതായിരിക്കുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എനിക്കിതാ സാധിക്കില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു ദിവസം ആ സ്ത്രീ ഭാര്യ തന്റെ അടുത്തതാ വന്ന് സുധാമ
സുധാമാവിന്റെ അടുത്ത് കുചേല ബ്രാഹ്മണന്റെ അടുത്തതാ വന്ന് പറഞ്ഞു, ദരിദ്രാസീതമാനാസ വേപമാന അഭിഗമ്യച. എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാതെ, എഴുന്നേറ്റ് നിൽക്കുന്നതോട് കൂടിയിട്ട് വറച്ച് താഴത്തേക്ക് വീഴുന്നുള്ളതായിരിക്കുന്ന ഭാവമായതോടുകൂടി ആ സ്ത്രീ ഭർത്താവിന്റെ അടുത്തതാ വന്ന് പറഞ്ഞു, നനുബ്രഹ്മൻ ഭഗവത സഖാ സാക്ഷാൽ ശ്രീയപ്പതി. അങ്ങല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരുന്ന് പറയാറ്, ഈ ദ്വാരകാനാഥനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനും ശ്രീപതിയായിരിക്കുന്ന ഭഗവാനും അങ്ങും കൂടി ഒരുമിച്ച് പഠിച്ചതാണ്, അങ്ങയുടെ കൂട്ടുകാരനാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നൊക്കെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇവിടെ ഇരുന്നതാ പറയാറില്ലേ. ബ്രഹ്മണ്യശ്ച ശരണ്യശ്ച ഭഗവാൻ സാത്വതർഷഭാം. അങ്ങനെ ആരെ കണ്ടു കഴിഞ്ഞാലും എന്തും കൊടുക്കുന്നതായ സാക്ഷാൽ ഭഗവാൻ അങ്ങയുടെ കൂട്ടുകാരനാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇരുന്നതാ പറയാറില്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഭഗവാനെ ഒന്ന് അങ്ങക്കിതാ പോയി കണ്ടൂടെ എന്ന് സുധാമാവിന്റെ ഭാര്യ അവിടെ ഇരുന്ന് സുധാമാവിനോട് പറഞ്ഞതോടുകൂടി തമുപൈഹി മഹാഭാഗ സാധൂനാം ച പരായണം ദാസ്യതി ദ്രവിണം ഭൂരി സീതതേ തേ കുടുംബിനെ. നമ്മളെ ഈ ദാരിദ്ര്യം കണ്ട് സാക്ഷാൽ ഭഗവാൻ നമ്മളതാ അനുഗ്രഹിക്കില്ലേ. അങ്ങനെയല്ല ആ ഭഗവാന് ദ്വാരകയിൽ പോയിട്ട് സാക്ഷാൽ ഭഗവാൻ ഒന്ന് അങ്ങക്കിതാ കണ്ടുകൂടെ എന്ന് തന്റെ ഭാര്യ തന്നോടിതാ ചോദിച്ചതോടുകൂടി പറഞ്ഞതോട് കൂടിയിട്ട് സുധാമാവ് അവിടെ ഇരുന്നതാ പറയണു, അയം ഹി പരമോ ലാഭ. എന്റെ ജീവിതം ലാഭമായിട്ട് ഇതാ മാറി. ഇവിടെ ഒരാളുടെ ജീവിതം ലാഭമാവുക, ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് വേണ്ടത്. എന്താ, ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് ഇതാ കിട്ടുന്ന സമയത്ത് ഭഗവാൻ ഉപാസിക്കുകയാണ് വേണ്ടത് എന്ന് പറയണ ഒരു പുരുഷനെ എപ്പോഴാണോ ഭർത്താവായിട്ട് ഇതാ കിട്ടുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള നല്ല കുട്ടികളെ ജീവിതത്തിൽ ഇതാ കിട്ടുന്ന സമയത്താണ് അയം ഹി പരമോ ലാഭമായിട്ട് ഇതാ മാറ്. എന്റെ ജീവിതം ലാഭമായി എന്ന് ആ സുധാമാവ് അവിടെ ഇരുന്നതാ പറഞ്ഞു. ഇത്രയും കാലം ഭഗവാനും ഞാനും ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ് എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. ആ ഭഗവാനിനെയാണ് ഞാനിതാ പൂജ കഴിച്ചുകൊണ്ടിരിക്കുന്നതും, എന്നിട്ടും എനിക്ക് ആ കൃഷ്ണനെ കാണണമെന്ന് തോന്നിയിട്ടില്ലല്ലോ. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എനിക്കിതാ ഭാര്യയായിട്ടിതാ കിട്ടിയില്ലേ. അയം ഹി പരമോ ലാഭ. എന്റെ ജീവിതം ലാഭമായിട്ടിതാ മാറി. ഇത് സഞ്ചിന്യ മനസ്സ. എന്തായാലും ഭഗവാനെ കാണാനായിട്ട് ഞാനിതാ പോകണുണ്ട് എന്ന് ആ സുധാമാവ് മനസ്സിലിതാ വിചാരിച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്യസ്തുപായനം കിഞ്ചിൽ ഗൃഹേ കല്യാണി നീയതാം. ശരിയാണ്, ഭഗവാനെ കാണാനായിട്ട് ഞാൻ പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്ത് വേണം, ഭഗവാനെ കാണാൻ പോണ സമയത്ത് ആ ഭഗവാന്റെ കയ്യില് എന്തൊരു സമ്മാനാണ് നീ ഇതാ കൊടുക്കാനായിട്ട് ഇതാ ഉദ്ദേശിക്കുന്നത് എന്ന് ആ ഭാര്യയോട് ഇതാ പറഞ്ഞു. എന്താ അപ്യസ്തുപായനം കിഞ്ചിൽ, എന്താ ഭഗവാനെ കാണാൻ പോണ സമയത്ത് ആ ഭഗവാന്റെ കയ്യില് നമ്മളിതാ കൊണ്ടുപോയിട്ട് ഇതാ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ഏതാണ് ചില സ്ഥലത്തേക്ക് പോണ സമയത്ത് കയ്യിലൊന്നും ഇല്ലാതെ പോവാൻ പാടില്ല എന്ന് പറയും. ഗുരുനാഥനെ കാണാൻ പോണ സമയത്ത്, അതേപോലെ രാജാവിനെ കാണാനായിട്ട് പോണ സമയത്ത്, ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് നമ്മൾ പോണ സമയത്ത് ഇത് വേണം, നിർബന്ധമായിട്ടും എന്തെങ്കിലും കൈ പിടിച്ചിട്ടേ പോവാനായിട്ട് ഇതാ പാടുന്നു. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കുട്ടികൾ എന്ത് ചെയ്യും, മഞ്ഞയാളുടെ 4 ഭാഗത്തും ഇങ്ങനെ നടക്കും അല്ലേ. ഇതിനാ നടക്കുന്നത് അവരുടെ സാരി കാണാൻ വേണ്ടിയിട്ടല്ല അല്ലേ, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും, അത് കാണാൻ വേണ്ടിയിട്ടാണ്, ആ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ ഇങ്ങനെ ഇതാ നടക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും ഇത് അമ്മാമനൊന്നും അല്ല കേട്ടോ, നരിയമ്മാമനെ പറഞ്ഞ് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് വേണം, എന്തെങ്കിലും ഒന്ന് ആ കുട്ടികളുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഇതാ കൊടുക്കണം. രോഗികളുള്ള വീട്ടിലേക്ക് പോണ സമയത്ത് ഇങ്ങനെ ഗുരുനാഥനെ കാണാനായിട്ട് പോകുമ്പോ, കുട്ടികളെ കാണാനായിട്ട് പോകുമ്പോ, ഭഗവാനെ കാണാനായിട്ട് പോണ സമയത്ത് എന്ത് വേണം, വെറും കൈയോട് കൂടിയിട്ട് ഒരിക്കലും പോവാനായിട്ട് പാടില്ല. കയ്യിൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഇതാ കൊടുക്കണ്ടേ. ആ ഭഗവാന്റെ കയ്യില് എന്താണ് കൊണ്ടുപോയി കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചതോട് കൂടി ആ സ്ത്രീ ആലോചിച്ചു, അല്ല ഗൃഹേ കല്യാണി ദീയത. കല്യാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ പേരല്ല. കല്യാണി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇന്ന് വരെ ഭർത്താവിനോട് ഇല്ല എന്ന് പറയാത്ത സ്ത്രീകളെയാണ് കല്യാണി എന്ന് പറയും. ഇന്ന് വരെ ഭർത്താവിനോട് ഇല്ല പറഞ്ഞില്ല അത്രേ. നമ്മളൊക്കെ കല്യാണിയാണോ എന്നൊന്ന് ആലോചിച്ച് വെക്കാൻ മനസ്സിലാവൂലേ. എത്ര പ്രാവശ്യം ഭർത്താവിനോട് ഇല്ല എന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇല്ല എന്ന് പറയിപ്പിക്കാതെ അതിന്റെ മുന്നേ എല്ലാവിധ കാര്യങ്ങളും നേരെയാക്കി വെക്കാനുള്ളതായിരിക്കുന്ന ഒരു മനോഭാവം എന്ത് വേണം, ഭാര്യയായി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഉണ്ടാവണം എന്ന് പറയും. ഒരിക്കലും ഇല്ല എന്നുള്ളതായിരിക്കുന്ന വാക്ക് പറയാതെ എല്ലാ കാര്യങ്ങളും
സൂക്ഷിച്ചു വെക്കാനുള്ളതായിരുന്ന ഒരു മനോഭാവമുള്ള ആളെയാണ് കല്യാണി എന്ന് പറയാം. ഗൃഹേ കല്യാണി തീയതാം. എന്താ ഭഗവാനെ കാണാൻ പോണ സമയത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതാ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ ആലോചിച്ചു, ഒന്നുമില്ലല്ലോ ഭഗവാനെ, എവിടെ എന്താ ഈ കൃഷ്ണന് ഞാൻ കൊണ്ടുപോയിട്ട് ഇതാ കൊടുക്കുക. നേരെ പുറത്തേക്ക് ഇറങ്ങി 4 പിടി അവല് കയ്യിലേക്ക് ഇതാ കിട്ടി, അതൊരു കിഴി പോലെ ആക്കിയിട്ട് ഇതാ മാറ്റി. എന്നിട്ട് അത് തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ഒരിക്കലും ഈ സ്ത്രീ തന്റെ ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കണമെന്നല്ല വിചാരിച്ചത്. പിന്നെയോ ഈ ലോകത്തിന്റെ ഭർത്താവായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ അങ്ങയുടെ കയ്യിലേക്കാണ് ഞാനിതാ തരുന്നത്. അങ്ങ് കാണണേ 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 എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് തന്റെ ഭർത്താവിന്റെ കയ്യിലേക്ക് ആ അവിൽക്കിഴി ആ സ്ത്രീ കൊണ്ടുപോയിട്ട് ഇതാ കൊടുത്തു. അങ്ങനെ സുധാമാവ് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ദ്വാരകയിലേക്ക് അങ്ങനെ ഇതാ യാത്രയാവും. അവിടെ ഇരുന്ന് ആലോചിച്ചു, കൃഷ്ണ സന്ദർശനം മഹ്യം കഥം സ്യാദിതി ചിന്തയൻ. കൃഷ്ണ സന്ദർശനം മഹ്യം, ആ ദ്വാരകാനാഥനായിരിക്കുന്ന ഭഗവാനെ എനിക്ക് കാണാനായിട്ട് ഇതാ സാധിക്കൂ. പണ്ടെന്നോ ഒരുമിച്ച് താമസിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പോണ സമയത്ത് ആ ഭടന്മാര് എന്റെ കൃഷ്ണനെ കാണാനായിട്ട് ഇതാ സമ്മതിക്കൂ. ഇങ്ങനെ ഭഗവാനെ മാത്രം ചിന്തിച്ച് നേരെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നതോട് കൂടിയിട്ട് സാക്ഷാൽ ഭഗവാനും ആ സുധാമാവിന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരുന്നു. സുധാമാവിനെ കുചേല ബ്രാഹ്മണനെ തന്റെ കൊട്ടാരത്തിന് നേരെ മുകളിലുള്ളതായിരിക്കുന്ന ആ മുറിയില് തന്റെ ജ്യേഷ്ഠനെ മാത്രം ഇരുത്തുന്നതായിരിക്കുന്ന ആ സ്ഥാനത്ത് സുധാമാവിനെ കുചേല ബ്രാഹ്മണനെ കൊണ്ടുപോയിട്ട് ഇതാ ഇരുത്തി. കുചൈലം മലിനം ക്ഷാമം ദ്വിജം ധമനി സന്തതം ദേവി പര്യചരൽ സാക്ഷാൽ ചാമരവ്യജനേന വൈ. അപ്പോഴേക്കും ഭഗവാന്റെ ആ ഭാര്യമാര് മഹാലക്ഷ്മിമാർക്ക് ഇതാ മനസ്സിലായി, ഇത് കൃഷ്ണന് ഇഷ്ടപ്പെട്ട ആരോ ആണ് കേട്ടോ. അവരൊന്ന് നോക്കിയത്രേ, ആരാ അവിടെ ഇരിക്കുന്നത്? കുചൈലം, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അണിഞ്ഞതായിരിക്കുന്ന വസ്ത്രം കാണാൻ പോലും വയ്യാത്രേ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വസ്ത്രമുടുത്ത്, മലിനമായിരിക്കുന്ന വസ്ത്രമുടുത്ത്, മെലിഞ്ഞതായിരിക്കുന്ന ശരീരത്തോട് കൂടിയിട്ട് ധമനി സന്തതം, ആ ശരീരത്തിൽ നിന്ന് ധമനികളൊക്കെ പുറത്തേക്ക് ഇതാ കാണുന്നുണ്ട്. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സുധാമാവിനെ ദേവീ പര്യചരൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യയായിരിക്കുന്ന മഹാലക്ഷ്മിയാണ് ഇപ്പോ പരിചരിച്ചു കൊണ്ടിതായിരിക്കുന്നത്. സുധാമാവ് ആലോചിച്ചു, കിം അനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുണ. ഇങ്ങനെ ഈ കൃഷ്ണന്റെ അടുത്ത് വന്നിരിക്കാൻ കിം അനേന കൃതം പുണ്യം, ഞാൻ ജീവിതത്തില് എന്ത് പുണ്യ ഭഗവാനെ ഇതാ ചെയ്തിട്ടുള്ളത്. ശ്രിയാഹീനേന ലോകേസ്മിൻ ഗർഹിതേനാഥമേന ച. ഇങ്ങനെ ഭഗവാൻ തനിക്ക് ചെയ്തു തന്നതായിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെയും ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ സുധാമാവിനോട് ചോദിച്ചു, അല്ല സുധാമാവേ, അങ്ങക്ക് ഓർമ്മ ഉണ്ടോ പണ്ട് നമ്മള് ആ ഗുരുനാഥന്റെ അടുത്ത് പഠിക്കാനായിട്ട് ഇതാ പോയതും വൈകുന്നേരം ആയപ്പോ ഗുരുഭക്തി പറഞ്ഞു, ഇവിടെ വിറകില്ല, വിറക് വേണമെന്ന് പറഞ്ഞപ്പോ കാട്ടിലേക്ക് യാത്രയായതും കാട്ടിൽ നിന്ന് വിറകൊക്കെ എടുത്ത് ഗംഭീരമായിരിക്കുന്ന മഴ പെയ്തപ്പോ ഇരുട്ട് കൂടിയതോട് കൂടിയിട്ട് കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ വഴി കാണാതെ നമ്മൾ ഈ മരത്തിന്റെ കൊമ്പിന്റെ മുകളിൽ ഇരുന്നതും അങ്ങക്ക് ഇതാ ഓർമ്മ ഉണ്ടോ? പിറ്റേ ദിവസം രാവിലെ ശ്രീകൃഷ്ണ ഭഗവാനെയും ആ സുധാമാവിനെയും കുചേല ബ്രാഹ്മണനെയും കാണാതെ ഗുരുനാഥൻ കാട്ടിലേക്ക് ഇതാ എത്തിച്ചേർന്ന് നമ്മളെ ശിരസിൽ നിന്ന് ആ വിറകൊക്കെ ഇതാ താഴത്തേക്ക് മാറ്റി നമ്മളെ ശിരസില് 2 കൈയും വെച്ച് അനുഗ്രഹിച്ചത് അങ്ങക്ക് ഓർമ്മ ഉണ്ടോ? ഗുരോരനുഗ്രഹേണ ഇവ. ആ ഗുരുനാഥന്റെ അനുഗ്രഹമാണ് എല്ലാവിധ ഐശ്വര്യത്തിനും കാരണമായിട്ട് ഇതാ മാറുന്നത്. ഒരാളുടെ ജീവിതത്തില് ഐശ്വര്യം ഉണ്ടാവണോ, ഒരൊറ്റ കാര്യം നമ്മളെ ശ്രദ്ധിച്ചാൽ മതി. പറയും എന്താണ്? ആ ഗുരു സുദൃഢ സൗഹൃദ. നമ്മളെ ഗുരുനാഥനെ നന്നായിട്ട് നമ്മളെ മനസ്സിലേക്ക് ഇതാ ധ്യാനിക്കുമ്പോ ആ ഗുരുനാഥന്റെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടുന്ന സമയത്ത് ആ ഗുരുനാഥന് നമുക്ക് ഏറ്റവും ഇഷ്ടനായിട്ട് ഇതാ തീരുമ്പോ ആ നമ്മളെ ഗുരുനാഥന്മാർ എന്തൊക്കെ ചെയ്യും? നമ്മളെ പറ്റിയിട്ട് ഇങ്ങനെ പറയും, അത്ര അയാൾ നല്ല ആളാട്ടോ. അവരുടെ നാവിൽ നിന്നും വരുന്നതായിരിക്കുന്ന നല്ല വാക്കുകളാണ് നമുക്ക് എപ്പോഴും ഐശ്വര്യത്തിന് കാരണമായിട്ട് ഇതാ വന്നത്. ഇപ്പം തന്നെ നമുക്കറിയാലോ, പണ്ടൊക്കെ നമ്മളെ പഠിപ്പിച്ചതായിരിക്കുന്ന ഏതെങ്കിലും അധ്യാപകരോ ഗുരുനാഥന്മാരൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മളിപ്പോ വയസ്സാവുന്ന സമയത്ത് അവരൊക്കെ ഒന്ന് മെല്ലെ വിളിച്ചു കഴിഞ്ഞാൽ, ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരിപ്പോ നമ്മളോട് ഇങ്ങോട്ട് പറയും, ആ നിനക്ക് ഇപ്പോഴും എന്നതാ ഓർമ്മ ഉണ്ട് അല്ലേ, ആ നീ അന്ന് ചെയ്ത ഓരോരോ കാര്യങ്ങളും എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അവരുടെ മനസ്സിൽ നമുക്കിതാ ഒരു സ്ഥാനം കിട്ടുന്ന സമയത്താണ് എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ഇതാ ഐശ്വര്യം ഉണ്ടാവുന്നത്. ഗുരോരനുഗ്രഹേണ ഇവ. ആ ഗുരുനാഥന്റെ അനുഗ്രഹമാണ് സുധാമാവേ ഇപ്പോഴും ഞാൻ എല്ലാ ഐശ്വര്യത്തോട് കൂടിയിട്ട് ഇതാ ഇരിക്കുന്നത്. അതല്ല, അങ്ങ് വരുന്ന സമയത്ത്
എന്തെങ്കിലുമൊക്കെ എനിക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങക്ക് അതിന്റെ ആഗ്രഹം ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങയുടെ ഭാര്യ അങ്ങനെയല്ല, നല്ല ധർമ്മബോധമുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീയെയാണ് അങ്ങക്ക് ഭാര്യയായിട്ട് ഇതാ കിട്ടിയത്. എന്തെങ്കിലും കൊടുത്തയക്കാതിരിക്കില്ല എന്നാണ് എന്നെ കാണാൻ വരുന്ന സമയത്ത് അങ്ങ് ഇതാ കൊണ്ടുവന്നത്. അതേ സുധാമാവെ, അങ്ങക്ക് അറിയാലോ എന്റെ ശരിക്കുള്ളതായിരിക്കുന്ന സ്വഭാവം. ഒരാൾ എന്ത് കൊണ്ടുവരണോന്നല്ല ഞാനിതാ നോക്കുക. ചിലവര് ചിലപ്പോ കുറച്ച് ഇലയായിരിക്കും എന്നെ കാണാനായിട്ട് വരുമ്പോൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് പൂക്കളായിരിക്കും കൊണ്ടുവന്നു എന്ന് വരിക. ചിലപ്പോ ഇതൊന്നും ആളുകൾക്ക് ഇതാ ഭക്തന്മാർക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ രണ്ടിറ്റ് കണ്ണുനീരായിരിക്കും എന്റെ മുന്നില് അവർക്ക് ഇതാ വീഴ്ത്താനായിട്ട് ഇതാ ഉണ്ടാവുക. ഒരാൾ എന്ത് കൊണ്ടുവരണു എന്നുള്ളതല്ല, ഒരാളുടെ കയ്യിലേക്കല്ല ഞാനിതാ നോക്കുക, ഇനിയോ അവരുടെ മനസ്സിലേക്ക് ഞാനിതാ നോക്കുള്ളൂ. സുധാമാവേ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തിയോട് കൂടിയിട്ടാണ് എന്തെങ്കിലും ഒന്ന് ഭഗവാന്റെ മുന്നിൽ നമ്മൾ കൊണ്ടുപോയിട്ട് സമർപ്പിക്കണത് എന്നുണ്ടെങ്കിൽ അവർക്കാണ് എന്റെ അടുത്തുനിന്ന് അനുഗ്രഹം കിട്ടുന്നത് എന്ന് പറഞ്ഞ് സുധാമാവിന്റെ അടുത്തുനിന്ന് സാക്ഷാൽ ഭഗവാൻ അവിൽക്കിഴി സ്വീകരിക്കുന്നതും അത് തുറക്കുന്നതും അതിൽ നിന്ന് ഒരു പിടിയെടുത്ത് ഭഗവാൻ അങ്ങനെ കഴിക്കുന്നതോട് കൂടിയിട്ട് ഭഗവാൻ തീരുമാനിച്ചു, അമർത്യദുർലഭ, ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന ഐശ്വര്യം ഇദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ആ അവിലിത കഴിക്കാനായിട്ട് പ്രധാന നിവേദ്യം സ്വീകരിക്കുന്നത്. സുധാമാവ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തു. പിന്നെയും ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഭഗവാന്റെ ഭാര്യമാരിതാ വന്ന് പറഞ്ഞു, അതെ മുഴുവൻ കഴിക്കരുതേ ഭഗവാനെ, കുറച്ചൊക്കെ പ്രസാദം ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞപ്പോ അത് തന്റെ ഭാര്യമാരുടെ കയ്യില് ഭഗവാനതാ കൊടുക്കണം. എന്തൊരു സ്വാദ സുധാമാവെ, അങ്ങ് തന്നതായിരിക്കുന്ന ഈ നിവേദ്യത്തിന് അവില്ലെന്ന് പറഞ്ഞ് അതിനെ പറ്റിയിട്ട് ഭഗവാൻ പിന്നെയും പിന്നെ അങ്ങനെ പറയുന്ന സമയത്ത് സുധാമാവ് താഴ്ത്തിയിരുന്നത് ആലോചിക്കണു, ഭഗവാനെ അത്രയ്ക്കൊന്നും അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്ന് തരാനുള്ളതായിരിക്കുന്ന നിവേദ്യമായിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സുധാമാവ് അങ്ങനെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് പിറ്റേ ദിവസം തന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നപ്പോ അവിടെയാണെങ്കിൽ സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന തന്റെ ഭാര്യയെ താൻ താമസിക്കുന്നതായിരിക്കുന്ന കുടിലിന്റെ അടുത്ത് എന്തെന്നില്ലാത്ത വലിയതായിരിക്കുന്ന ഒരു കൊട്ടാരവും കണ്ട് അത്ഭുതാവണു ആ സുധാമാവിന്. അങ്ങനെ ഭഗവാൻ തരുന്നതായിരിക്കുന്ന ഓരോ സാധനങ്ങളും അടുത്തേക്ക് എങ്ങനെ കൊണ്ടുവരുമ്പോ സുധാമാവ് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ളതായിരിക്കുന്ന സുഖസൗകര്യങ്ങളൊന്നും വേണ്ടാട്ടോ, ഈ സ്വർണ്ണ സിംഹാസനത്തിൽ ഞാനിതാ ഇരിക്കില്ല, ഈ വെഞ്ചാമരം കൊണ്ട് ഒരിക്കലും എന്നതാ പരിചരിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുമ്പോ അവിടെയുള്ള ഭടന്മാര് പറയണു, ഇതൊന്നും അങ്ങ് സ്വീകരിച്ചില്ല വെച്ചാൽ ഞങ്ങൾ ഭഗവാനോട് പോയിട്ട് പറയും എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ തന്നതായിരിക്കുന്ന ആ ഐശ്വര്യത്തില് ഒരിക്കലും അഹങ്കരിക്കാതെ ആ സുധാമാവ് പരാജിതം അജിതനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ പോലും ഈ സുധാമാവിനെ കണ്ട് പരാജയത്തിനെ സമ്മതിക്കുന്നതായ ആ സുധാമാവിന്റെ ചരിത്രം, കുചേല ബ്രാഹ്മണന്റെ ചരിത്രം അല്ലെ. കുചേല ബ്രാഹ്മണൻ ആ സുധാമാവ് ഒന്നും ഭഗവാന്റെ മുന്നിൽ പോയിട്ട് പറയണമെന്നത് ആഗ്രഹിച്ചിട്ടില്ല. എന്നിട്ടോ ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാവിധ ഐശ്വര്യത്തിനെയും സുധാമാവിന് പ്രദാനം ചെയ്തു. സരോജം അൽപീയസി കാമവരിഷം എന്ന് പറയും. നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടി വരുമ്പോ എന്തെങ്കിലും കുറച്ച് ആ ഭഗവാന്റെ മുന്നിൽ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചാൽ, കുറച്ച് നാമം ജപിക്കുമ്പോ എന്തെങ്കിലും ഒരു നിവേദ്യം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെക്കുന്ന സമയത്ത് ഭഗവാൻ തരുന്നതായിരിക്കുന്ന അനുഗ്രഹം സരോജം അൽപീയസി കാമവരുഷം, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നത് എത്ര വലിയതാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവണില്ല. അതാണ് ഈശ്വരോപാസനയുടെ പ്രത്യേകത. വരാൻ പോകുന്നതായിരിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങള്, നമ്മൾ അറിയാത്തതായിരിക്കുന്ന പ്രയാസങ്ങളെ മുഴുവനും ഭഗവാൻ നമ്മളിൽ നിന്ന് തട്ടി മാറ്റുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുറച്ച് നാമം ജപിക്കുമ്പോ ഭഗവാന്റെ ആ മുന്നിൽ വന്ന് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഭഗവാനെ നിങ്ങൾ ചെയ്യണത് ശരിയാണോ എന്ന് അറിയില്ല കേട്ടോ ഭഗവാനെ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെയോ പുണ്യാണ് എന്ന് വിചാരിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ അങ്ങയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒന്ന് ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കുമ്പോ നമുക്ക് കിട്ടാൻ പോകുന്നതായിരിക്കുന്ന വലിയ ഐശ്വര്യം അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല. നമ്മൾ എന്തോ ചെറുത്തെ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നുള്ളൂ. ആലോചിച്ച് നോക്കൂ, സുധാമാവ്
ഒരു പിടി അവിലാണ്, ഒരു അവിൽക്കിഴിയാണ് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇതാ വെച്ചത്. ഏതാ ഈ അവിൽക്കിഴി? നമ്മളുടെ മനസ്സാകുന്ന അവിൽക്കിഴിയാണ് ഭഗവാന്റെ അടുത്ത് ഇതാ സമർപ്പിക്കുന്നത്. അവില് പോലെ ആവണം മനസ്സ് എന്ന് പറയും. നെല്ല് നന്നായിട്ട് ചേറി വൃത്തിയാക്കി കഴുകി അതെങ്ങനെ ഇതാ വറുത്ത് അത് ഇടിച്ച് അങ്ങനെയാണ് ഇത് അവിലായിട്ട് മാറുക പറയും. ഇതേപോലെ ആവണം നമ്മളുടെ മനസ്സും അല്ലെ. ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ അടുത്തേക്ക് സമർപ്പിക്കാൻ പക്വമാകുന്ന രീതിയിൽ എങ്ങനെയൊക്കെ മനസ്സിനെ ശുദ്ധമാക്കാനായിട്ട് സാധിക്കൂ, അങ്ങനെയുള്ള മനസ്സ് ആ ഭഗവാന്റെ മുന്നിൽ അങ്ങനെ സമർപ്പിക്കുമ്പോൾ അതാണ് ഭഗവാൻ ഇതാ സ്വീകരിക്കുന്നത് എന്ന് ആ സുധാമാവിന്റെ ചരിത്രത്തിലൂടെ കുചേലവൃത്തത്തിലൂടെ ഭാഗവതത്തിൽ അതാ വർണ്ണിക്കണം. എന്നിട്ടോ സുധാമാവോ എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവുമ്പോഴും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം ഈ ഐശ്വര്യമൊക്കെ തന്നത് സാക്ഷാൽ ഭഗവാനാണ്. ഈ ഐശ്വര്യമൊക്കെ നാളത്തേക്ക് ഇല്ലാതാവുന്നതാണ്. അതുകൊണ്ട് ഈ ഐശ്വര്യത്തിലേക്കല്ല മനസ്സ് വെക്കേണ്ടത്, ഐശ്വര്യത്തിനെ പ്രദാനം ചെയ്യുന്ന ഭഗവാനെയാണ് അത് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ എന്നും ആശ്രയിക്കാനായിട്ട് ഇതാ സാധിക്കണം. നമുക്കും എപ്പോഴും ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് കർമ്മങ്ങളൊക്കെ പലതും നമ്മൾ ചെയ്യുന്നുണ്ടാവും. നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട്, വീട്ടിൽ കുറെ കാര്യങ്ങൾ ഇതാ ചെയ്യുന്നുണ്ട്, പല ആൾക്കാരുമായിട്ട് നമുക്ക് പല രീതിയിൽ അതാ സംസാരിക്കേണ്ടതായിട്ട് ഇതാ ചിലപ്പോൾ വരുന്നുണ്ട്. പക്ഷെ എന്ത് വേണം? ഭഗവാന്റെ പാദങ്ങളെ മുറുക്കി പിടിച്ചുകൊണ്ടാണോ എന്നാ സംശയമില്ല. യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ പരമമായിരിക്കുന്ന സന്തോഷത്തോട് കൂടിയിട്ട് ഈ ലോകത്ത് ജീവിച്ച് അവസാന കാലം സുധാമാവ് എങ്ങനെയാണോ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നത്, അതേപോലെ നമുക്കും ആ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ മനസ്സാകുന്ന അവിൽക്കിഴിയാണ് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കുന്നത്. ഇവിടെ ആ ശ്ലോകം പാരായണം ചെയ്യുമ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് അവിൽക്കിഴി ഇതാ കൊടുക്കാം. അവരവർക്ക് ആ അവിൽക്കിഴി ആ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എന്നുള്ള ഭാവത്തോടു കൂടി ഇവിടെ ഒരു പാത്രം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ പാത്രത്തിലേക്ക് എല്ലാവർക്കും ഇതാ സമർപ്പിക്കാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുഭൗവാച സയിത്തം ദ്വിജമുഖ്യേന സഹസംഗതയൻ ഹരി സർവഭൂതമനോഭിജ്ഞ സ്മയമാന ഉവാചതം ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രസൻ പ്രിയം പ്രേംണാ നിരീക്ഷണേനൈവ പ്രേക്ഷൻ ഖലു സതാം ഗതി. ശ്രീ ഭഗവാനുവാച കിമുപായനമാനീതം ബ്രഹ്മൻ മേ ഭവതാ ഗൃഹാത് അണ്വപ്യുപാകൃതം ഭക്തൈ പ്രേംണാ ഭൂജ്യേവ മേ ഭവേത് ഭൂര്യപ്യഭക്തോപഹൃതം നമേ തോഷായ കൽപ്പതേ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തിയുപഹൃതം അശ്നാമി പ്രയതാത്മന. എല്ലാവരുടെയും കയ്യിൽ അവിൽക്കിഴി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗം പാരായണം ചെയ്ത് സർവ്വ ഐശ്വര്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് അവിൽക്കിഴി കിട്ടിയവർക്കൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ ഇത് എത്തിച്ചേരണേ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് തന്റെ മുന്നിലേക്ക് ആ പാത്രം കൊണ്ടുവരുന്ന സമയത്ത് ആ പാത്രത്തിലേക്ക് എല്ലാവർക്കും സമർപ്പിക്കാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുന്നു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അടുത്ത ശ്ലോകത്തിലാണ് സുധാമാവിന്റെ കയ്യിൽ നിന്ന് സാക്ഷാൽ ഭഗവാൻ ആ അവിൽക്കിഴി സ്വീകരിക്കുന്നതും ആ അവിൽക്കിഴി തുറന്ന് അതിലുള്ളതായിരിക്കുന്ന ആ അവില എടുത്ത് ഭഗവാൻ അത് കഴിക്കുന്നതോടുകൂടി ഭഗവാൻ മനസ്സിലേക്ക് ഇതാ വിചാരിക്കുന്നു, ദേവന്മാർക്ക് പോലും ദുർലഭമായിരിക്കുന്ന ഐശ്വര്യം ഇദ്ദേഹത്തിന് ഇതാ ഉണ്ടാവണേ, സുധാമാവിന് ഉണ്ടാവണേ, കുചേലബ്രാഹ്മണന് ഇതാ ഞാൻ കൊടുക്കണു എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ ആ അവില് എടുത്തതാ കഴിക്കുന്നത്. നമ്മളും നമ്മളെ കയ്യിലുള്ളതായിരിക്കുന്ന ഈ അവിൽക്കിഴി ഭഗവാനെ അങ്ങ് സ്വീകരിക്കണേ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് നമുക്കും ആ അവിൽക്കിഴി അടുത്ത ശ്ലോകം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവരുടെയും അടുത്തേക്ക് ആ പാത്രം കൊണ്ട് ഇതാ കൊടുക്കുമ്പോൾ ആ പാത്രത്തിലേക്ക് അവരവര് ആ അവിൽക്കിഴി സമർപ്പിക്കും. ഇത്യുക്തോ വിദ്യുജസ്തസ്മൈ വ്രീഡിതപദയേ ശ്രിയം
പൃഥുകപ്രസൃതിം രാജൻ ന പ്രായച്ഛതവാങ്മുഖം സർവഭൂതാത്മദൃക്സാക്ഷാൽ തസ്യാഗമന കാരണം വിജ്ഞായ ചിന്തയന്നായം ശ്രീകാമോ മാ ഭജൽ പുരാം പത്ന്യാ പതിവ്രതായാസ്തു സഖാ പ്രിയചികീർഷയ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോമർത്യദുർലഭം ഇത്തം വിചിന്യവസനാക്ഷീരബദ്ധാദ്വിജന്മന സ്വയം ജഹാര കിമിതമിതി പൃഥുകതണ്ടുലാൻ നന്വേതതുപനീതം മേ പരമപ്രീണനം സഖേ തർപ്പയന്ത്യംഗമാം വിശ്വമേതേ പൃഥുകതണ്ടുല ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാ ദ്വിതീയാം ജഗ്ധുമാദദേ താവത് ശ്രീജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിനാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരും ആ പാത്രത്തിലേക്ക് ആ അവിൽക്കിരി സമർപ്പിക്കുക. എല്ലാവരുടെയും അടുത്തേക്ക് ആ അവിൽക്കിരിയുടെ പാത്രം കൊണ്ടുപോയി. ഇതി മുഷ്ടിം സകൃജ്ജഗ്ധ്വാ ദ്വിതീയാം ജഗ്ധുമാദദേ താവത് ശ്രീജഗൃഹേ ഹസ്തം തൽപരാ പരമേഷ്ഠിനാം ഏതാവതാലം വിശ്വാത്മൻ സർവസമ്പൽ സമൃദ്ധയേ അസ്മിൻ ലോകേ അഥവാ മുഷ്മിൻ പുംസസ്തുതോഷകാരണം ബ്രാഹ്മണസ്താം ദുരജനേ മുഷിത്വാച്യുതമന്ദിരേ ബഹുദ്വാ പീത്വാ സുഖം മേനേ ആത്മാനം സ്വർഗദം യഥാ ശോഭൂതേ വിശ്വഭാവേന സുസുഖേനാഭിവന്ദിത ജഗാമസ്വാലയം താതാപത്യനോ വ്രജനന്ദിത സചാല്ലബ്ധ്വാധനം കൃഷ്ണാന്നതു യാചിതവാൻ സ്വയം സ്വഗൃഹാൻ വ്രീഡിതോ ഗച്ഛൻ മഹദ്ദർശന നിർവൃത അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതാമയ യദ്ദരിദ്രതമോ ലക്ഷ്മീമാശ്ലിഷ്ടോ ബിഭ്രതോരസി വാഹം ദരിദ്രപാപീയാൻ കൃഷ്ണശ്രീനികേതന ബ്രഹ്മബന്ധുരിതി സ്മാഹം ബാഹുഭ്യാം പരിരംഭിത നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ മഹിഷ്യാ വീജിത ശ്രാന്തോ ബാലവ്യജനഹസ്തയ ശുശ്രൂഷയാ പരമയാ പാദസംവാഹനാദിഭി പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവവത് സ്വർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സഹ്വാസാമപി സിദ്ധീനാം മൂലം തച്ചരണാർച്ചനം അഥനോയം ധനം പ്രാപ്യാമാദ്യൻ ചേർന്നമാസ്മരേത ഇത് കാരുണികോ നൂനം ധനം മേ ഭൂരിനാദാൽ ഇത് തച്ചിന്തയന്നന്ത പ്രാപ്തോ നിജഗൃഹാന്തികം സൂര്യാനലേന്ദു സംഘാശേർ വിമാനൈ സർവതോവൃതം വിചിത്രോപവനോദ്യാനേ കോചദ്വിജകുലാകുലേ പ്രോത്ഫുല്ലകുമുദാം ഭോജകലിഹാരോൽഫലവാരിഭ്യം ദുഷ്ടം സുലങ്കൃതൈ പുംഭ്യസ്ത്രൈഭിശ്ചാരിണാക്ഷിഭി കിമിതം തസ്യ വാസ്ഥാനം കഥം തദിതമിത്യഭൂത ഏവം മീമാംസമാനം തം നരാനാര്യോമരപ്രഭാം പ്രത്യഗൃണ്ണൻ മഹാഭാഗം ഗീതവാദ്യേന ഭൂയസാം പതിമാഗതമാകർണ്യാപദ്യുദ്ധർഷാദി സംഭ്രമാ നിശ്ചക്രാമഗൃഹാത്തോർണം രൂപിണീ ശ്രീരിവാലയാത് പതിവ്രതാപതിം ദൃഷ്ട്വാ പ്രേമോത്കണ്ഠാശ്വലോചന മീലിതാക്ഷരമൽ ബുദ്ധ്യാ മനസാ പരിഷസ്വജയം പത്നിയും വീക്ഷ്യ വിസ്ഫുരന്തീം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കണ്ഠീനാം മധ്യേ ഭാന്തിം സവിസ്മിത പ്രീത സ്വയം ദയായുക്ത പ്രവിഷ്ടോഞ്ചമന്ദിരം മണിസ്തംഭശതോപേതം മഹേന്ദ്രഭവനം യഥാ ഭയഭേന നിഭാശയ്യാദാരുക്മപരിച്ഛദ പര്യങ്കാഹേ മദണ്ഡാനി ചാമരവ്യജനാനി ച ആസനാനി ച ഹൈമാനി മൃദൂപസ്തരണാനി ച മുക്താദാമ വിളംബീനി വിധാനാനി ദ്യുമന്തി ച സ്വച്ഛസ്ഫടികഗുഡ്യേഷു മഹാമാരകതേഷു ച രത്നദീപ ഭ്രാജമാന ലലനാ രത്നസംയുത വിലോക്യ ബ്രാഹ്മണസ്തത്രാസുവൃദ്ധേ സർവസമ്പദ തർക്കയാമാസു നിർവ്യഗ്രാസു സമൃദ്ധിമഹേതുകീം നൂനം വദേതന്മമദുർഭഗസ്യ ശശ്വദ്ദരിദ്രസമൃദ്ധിഹേതു മഹാവിഭൂതേരവലോകതോന്യോ നൈവോപപദ്യേതയതോത്തമസ്യ നന്വബ്രുവാണോ ദിശതേ സുമക്ഷം യാജിഷ്ണവേ ഭൂതിവിഭൂരിഭോജം പർജന്യവത്തൽ സ്വയമീക്ഷമാണോ ദാശാർഗാണാം ഷഭസ്സഖാമേ കിഞ്ചിൽ കരോത്യുർവപിയൽ സ്വദത്തം സുഹൃൽകൃതം ഫൽഗുവിഭൂരികാരി മയോപനീതാം മൃദുകൈകമുഷ്ടിം പ്രത്യഗ്രഹീൽ പ്രീതിയുതോ മഹാത്മാ തസ്യൈവ മേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്ഥൽ പുരുഷപ്രസംഗ ഭക്തായ ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതിർന്ന സമർത്ഥയത്യജ അതീർഘബോധായ വിചക്ഷണ സ്വയം പശ്യന്യപാദം ധനിനാം മതോത്ഭവം ഇത്തം വ്യോസിതോ ബുദ്ധ്യ ഭക്തോ ദീവജനാർദ്ദനെ
വിഷയാഞ്ജായാധ്യക്ഷൻ ബുഭുജേ നാദിലംബട തസ്യ വൈ ദേവദേവസ്യ ഹരേര്യജ്ഞപദേ പ്രഭോ ബ്രാഹ്മണ പ്രഭോ ദൈവം നദേഭ്യോ വിദ്യദേവരം ഏവം സവിപ്രോ ഭഗവൽ സുഹൃത്തത ദൃഷ്ട്വാ സുവൃത്തിരചിതം പരാജിതം അധ്യാനവേഗോദ്ഗിരിതാത്മബന്ധന തദ്ധാമലേഭേ ചരത സദാം ഗതി ഏതത് ബ്രഹ്മണ്യദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നര ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ഭഗവവാഖ്യാനം നാമ ഏകാശീതിതമോऽധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ